celebrating motherhood. മലയാളി വീട്ടമ്മ. നമസ്കാരം. നിറപറ വീട്ടമ്മ കോൺഗ്രസ് പാർട്ടി അവതരിപ്പിക്കുന്ന മലയാളി വീട്ടമ്മ. കയ്യടി മക്കളെ, 1 കോടി ഫ്ലാറ്റ്. എന്താ എന്താ പരിപാടി? എന്താ ഇവിടെ? ഞാനൊരു പ്രാവശ്യം ഒന്ന് അവതാരകയായി നോക്കിയതാ. അല്ല അത് കൊള്ളാം. ഇപ്പൊ തന്നെ വേണോ? പിന്നെ എപ്പോഴാ? എനിക്ക് കൊതിയായിട്ടല്ലേ മക്കളെ. അല്ല അമ്മച്ചി, അതിപ്പോ ഞങ്ങള് പറഞ്ഞ പോലെ ഞാൻ ഒന്നോട് പറയാം. ശരി, ഒരു പ്രാവശ്യം കൂടെ പറയാം. ശരിക്കും കേട്ടില്ല നമ്മള്. നിറപറ വീട്ടമ്മ കോൺഗ്രസ് പാർട്ടി അവതരിപ്പിക്കുന്ന മലയാളി വീട്ടമ്മ 1 കോടി ഫ്ലാറ്റ്. നശിപ്പിച്ച്. കോൺഗ്രസ് പാർട്ടി അല്ല, ഞാൻ കമ്മ്യൂണിസ്റ്റാ. അമ്മച്ചി. ഇത് വേറെ പാർട്ടി വിഷയമൊന്നും അല്ല. എന്താ സംഭവം എന്ന് വെച്ചാല് കോൺഫിഡന്റ് ഗ്രൂപ്പ് ആണ് 1 കോടിയുടെ ഫ്ലാറ്റും ഒരു ഇന്നോവ ക്രിസ്റ്റ കാറും വിന്നറിന് കൊടുക്കാൻ പോകുന്നത്. 1 കോടി ഫ്ലാറ്റ് അല്ല അമ്മച്ചി, 1 കോടി ഫ്ലാറ്റ് അല്ല, 1 കോടി രൂപ വില വരുന്ന ഒരു ഫ്ലാറ്റ്. ഇന്നോവ ക്രിസ്റ്റ എന്ന് പറയുന്ന ഒരു കാർ. ഇനി വേണ്ട, നമുക്ക് സന്തോഷമായി. നന്നായിട്ട് ചെയ്യുന്നുണ്ട്. കൊതി കൊണ്ടല്ലേ. മനസ്സിലായി. അല്ല ഇതിപ്പോ എന്താ ഇപ്പൊ ആരാ പറഞ്ഞ ഇവിടെ വന്നിട്ട് ഇപ്പം ആങ്കർ ചെയ്യാൻ? എന്നോട് അവിടെ ഇരുന്ന് പറഞ്ഞു. ആര്? ഡയറക്ടറോ? അല്ല. പ്രൊഡ്യൂസറോ? അല്ല. ഇവര് പറഞ്ഞു, മനസ്സ് പറഞ്ഞു പോയി ചെയ്യെന്ന് പറഞ്ഞു. ഉൾവിളി ഉണ്ടായല്ലോ ഞങ്ങൾക്കപ്പോ. ഉൾവിളി ഉണ്ടായി ഇനി പെട്ടെന്ന് വരാൻ. ഞാനിത് പറഞ്ഞിട്ടേ ഉള്ളൂ. എന്നെ ഇട്ടുകൊണ്ട് ശല്യപ്പെടുത്തുന്ന കാര്യം എന്തായാലും പെട്ടെന്ന് പറയണോ. എന്തിനും ഏതിനും വിളിക്കണം. നിറപറ മലയാളി വീട്ടമ്മ co-branded by Sera and Dhadri Hair Care Plus, powered by Chungat Jewelry. മലയാളി വീട്ടമ്മയുടെ ഈ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ അടുത്ത ഒരു ഗ്രൂപ്പ് ടാസ്ക് ആണ്. ഗ്രൂപ്പ് ടാസ്ക് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പ്രാചീന കേരളത്തിൽ മാത്രം കണ്ടുവന്നിരുന്ന ഒരു വിചിത്രമായ ആചാരമാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. അതിനെ നമുക്ക് അടുത്ത ഗ്രൂപ്പിനെ ഇവിടേക്ക് സ്വാഗതം ചെയ്യാൻ വന്നുകൊള്ളൂ കുട്ടികളെ. നേരത്തെ സഞ്ജു പറഞ്ഞതുപോലെ പണ്ട് മാത്രം കേരളത്തിൽ കണ്ടുവന്നിരുന്ന ഒരു സംഭവമാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. അതാണ് നിങ്ങളുടെ ടാസ്ക് എന്ന് പറയുന്നത്. അതെന്താന്ന് പറയുന്നതിന് മുമ്പ് എനിക്ക് തോന്നുന്ന ഐറ്റംസ് ഒക്കെ ഇവിടെ സ്റ്റേജിൽ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ധാരണ ഉണ്ടാവും. കുറച്ചധികം സാധനങ്ങൾ നമുക്ക് വേണ്ടി വരും. അല്ല, നിങ്ങളുടെ ചിരി കാണുമ്പോൾ എനിക്ക് ഒരുപാട് ദുഃഖമുണ്ട്. എന്തായാലും നിങ്ങൾക്ക് നല്ലതേ വരുള്ളൂ എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. എന്തായാലും സാധനങ്ങളൊക്കെ വന്നോട്ടെ അല്ലേ? അല്ല നമുക്ക് സ്റ്റേജിലേക്ക്, നമുക്ക് ഈ ഫ്ലോറിലേക്ക് കുറച്ച് വെയിറ്റ് ഉള്ള സാധനങ്ങൾ കൊണ്ടുവരാനുണ്ട്. കുറച്ച് വെയിറ്റ് ഉണ്ട്. സഞ്ജു അപ്പൊ സഹായിക്കേണ്ടി വരും നമ്മളെ. ഇതെല്ലാം എടുത്ത് ഇവിടുന്ന് അറേഞ്ച് ചെയ്യാൻ സഞ്ജുവിന്റെ സഹായം ആവശ്യം. പഴയ ജിമ്മൽ ഇപ്പോഴും ജിമ്മാ സഞ്ജു അല്ലേ? അതെ, പഴയതും പുതിയതും ഒക്കെ ആയിട്ട് ഞാൻ ജിമ്മാണ്. ഞാനൊരു കാര്യം ചെയ്യട്ടെ, ഞാൻ ഈ വേഷം ഒന്ന് മാറിയിട്ടൊന്ന് സഹായിച്ചാ പോരെ? വേഷം മാറിയിട്ട് വരണം. ഞാൻ വരും. ഇതൊന്നും മാറിയിട്ട് ഞാൻ പോരെ? ഇപ്പൊ വരും. ഈ കോട്ടൊക്കെ ഇട്ടിട്ട് ഞാനൊന്ന് പോയിട്ട് പോരാ കേട്ടോ. ഓക്കെ. ആ പോകുന്ന വഴിക്ക് പുല്ലെങ്ങാനും മുളക്കുന്നുണ്ടോ നോക്കിക്കോ. ഇനിയിപ്പോ വരില്ല, പണി കഴിയാതെ ഇനി വരില്ല. അപ്പൊ നമ്മുടെ ഈ ഗ്രൂപ്പിലെ മെമ്പേഴ്സിനെ നമുക്ക് ഒന്നും കൂടെ പരിചയപ്പെടാം. ശ്രുതി, മിനി, രാജി, നീബ ആൻഡ് ലക്ഷ്മി. ഈ 5 പേരാണ് അതിസാഹസികമായ ആ ഒരു പ്രവൃത്തി ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതെന്താന്ന് നമുക്ക് നോക്കാം. അപ്പൊ റെഡി അല്ലേ? പിന്നെ നമ്മുടെ ഈ ഒരു സെറ്റപ്പ് ഒക്കെ കണ്ടിട്ട് ഏകദേശം സംഭവങ്ങളുടെ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ ഞാൻ ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നിങ്ങളുടെ ഓർത്ത് എനിക്ക് സങ്കടമുണ്ട്, പക്ഷെ സാരമില്ല. ഫ്ലാറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ ഇത്രയൊക്കെ ചെയ്യാം. ഓക്കെ, ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് നെല്ലുണ്ട്, ഉരലുണ്ട്, ഉലക്കയുണ്ട്, ബാക്കി അത്യാവശ്യം ഉലക്കയുടെ മൂടുണ്ട്. കറക്റ്റ് ആയിട്ട് അതൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത്യാദി സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഈ നെല്ല് നമ്മൾ ആദ്യം വറക്കുക. വറുത്തിട്ട് അത് ഉരലിലിട്ട് ഇടിച്ചിട്ട് അതിങ്ങനെ പാറ്റിയെടുക്കുക. അപ്പോഴേക്കും നമുക്ക് അവിൽ എന്ന് പറയുന്ന സംഭവം കിട്ടുമല്ലോ. അവിൽ കിട്ടി കഴിയുമ്പോഴേക്കും പിന്നെ പ്രത്യേകിച്ച് ഒന്നും നോക്കാനില്ല. തേങ്ങ ചിരണ്ട, അതിനകത്ത് മിക്സ് ചെയ്യുക, ശർക്കര ഇടുക, പഴം ഇടുക. വളരെ സിമ്പിൾ. പിന്നെ അതൊരു ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് പഴയ കഥ അറിയാം. ശ്രീകൃഷ്ണന് കുചേലൻ അവല് കൊണ്ട് കൊടുത്തപ്പോഴാണ് അദ്ദേഹം പകരമായിട്ട് സമ്മാനമായിട്ട് മാളിക, അന്നത്തെ ഫ്ലാറ്റ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് വില്ല എന്നൊക്കെ പറയാം. അപ്പൊ അതുപോലെ ഒരു സമ്മാനം കൊടുത്തത്. പിന്നെ വേറൊരു ഹൈലൈറ്റ് ഉള്ളത്, നിങ്ങൾക്ക് ഇത്ര ആക്ടിവിറ്റീസ് ചെയ്യാനുള്ളത് കൊണ്ട് നമ്മൾ വളരെ ലിബറലാണ്. നിങ്ങൾക്ക് ഒരു 15 മിനിറ്റ് സമയം തരണം. അടുത്ത ഹൈലൈറ്റ് ഞാൻ പറയട്ടെ. ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ലേ അശ്വതി ചെയ്തു തരും. അല്ല ഞാൻ പറയട്ടെ, ഇത് എല്ലാ ടാസ്കും ഹൈലൈറ്റ് ചെയ്ത് പറയണോ? ഇല്ല, ഇനി ജീവനുണ്ടല്ലോ ഞങ്ങൾ ചെയ്യില്ല. ഇനി ഞാൻ ചെയ്ത് കാണാനുള്ള ആഗ്രഹം കൊണ്ടാണോ?
അത് 2-3 ഹൈലൈറ്റ് അവരോട് പറഞ്ഞു. അശ്വതിക്ക് ഫ്ലാറ്റ് തരാനുള്ള ആഗ്രഹം കൊണ്ട്. അല്ല, ആ സി ഇത്ര സ്നേഹമുള്ള കണ്ടസ്റ്റന്റ്സിനെ എവിടെ കിട്ടും നിങ്ങക്ക്? അത് ശരിയാ. നമുക്ക് ഈ ജഡ്ജസിന് കൂടെ ഫ്ലാറ്റ് കൊടുക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചാലോ? അല്ല ഞങ്ങള് നല്ലോണം ഫ്ലാറ്റ് വാങ്ങിച്ചവരാ. കാര്യങ്ങളെല്ലാം മനസ്സിലായി. അതുകൊണ്ട് ഇനി നമുക്ക് അധികം വെച്ച് നീട്ടണ്ട. തുടങ്ങിയോ. കൊച്ചേ വേഗം പണി തുടങ്ങ്, വേഗം തുടങ്ങാൻ, കോമ്പറ്റീഷൻ തുടങ്ങാൻ. കണ്ടോ, ഇന്ന് അവിടെ പോയിരിക്കുകയാണോ? ഒരു അപകടം വരുമ്പോ കൂടെ നിൽക്കരുത് കേട്ടോ. സമയം കളയാ. Get set go. കൈകൊണ്ടാണ് നടക്കാം. പേടിക്കണ്ട. രാജി അങ്ങ് ദുബായിൽ നിന്ന് അരി ഇടിക്കാൻ വന്നത് ഇവിടെ. ഓ വയ്യ, കൂടിപ്പോയി. അതല്ല, ഇത് കൂടിപ്പോയാ അത്ര എടുക്കണ്ടെന്ന് പറഞ്ഞതാ. ഇളക്ക്. സത്യം പറഞ്ഞ ഇപ്പോഴുള്ള പലർക്കും ഈ അവല് എവിടുന്ന് ഉണ്ടായി വരുന്നു പോലും അറിയില്ലാത്ത ആൾക്കാരുണ്ട് കേട്ടോ. പൊരിയട്ടെ, നെല്ല് കിടന്ന് പൊരിയട്ടെ. അയ്യോ, പറഞ്ഞു കൊടുക്കണോ? പാകം നോക്കണ്ട എങ്ങനെയാന്നൊക്കെ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കണോ? ഇത്ര നല്ല ഫ്രണ്ട്സിനെ എവിടെ കിട്ടും? കടിച്ചു നോക്ക്. അതെന്താ ആക്ഷൻ? അങ്ങനെയൊക്കെ വെച്ച് നോക്കണം. പൊട്ടി തുടങ്ങുമ്പോഴാണ് ഇത് പാകാവുക. ഒടിഞ്ഞു പോകും. നമ്മള് സത്യം പറഞ്ഞ അവര് അവല് നോക്കിയിരിക്കുക കേട്ടോ. അടുപ്പ് കൂട്ടണം, അടുപ്പ് കൂട്ടി ഉണ്ടാക്കണം എന്ന് മാത്രമാണ് നമ്മൾ ഈ പറയാൻ ബാക്കിയുള്ളൂ. ബാക്കിയുണ്ട്. അങ്ങനെ എല്ലാരും നെല്ല് വറുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. അടുത്ത പ്രോസസ് റിലാക്സ് ചെയ്ത് ചെയ്താൽ മതി. ടെൻഷൻ ആവണ്ട. സമയമുണ്ട്. സമയം കഴിയാറായപ്പോ പറയാട്ടോ. ആരും പേടിക്കണ്ട. എവിടുന്നോ ഒരു കരിഞ്ഞ മണം വരുന്നുണ്ട്. ചില സിനിമയിലെ പാട്ട് സീനിൽ മാത്രമാണ് ഇങ്ങനെ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ഇങ്ങനെ ഒരല് ഇരിക്കുന്ന ബാക്ക്ഗ്രൗണ്ടിലെ അങ്ങനെയൊക്കെ കാണുന്ന കാഴ്ച ലൈവായിട്ട് കാണുന്നത് നമ്മള്. വലിയ പോയിട്ടില്ലല്ലോ. ഇവിടെ എന്തൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അവരെ തിന്നപ്പോ എല്ലാരും
ഇത് അവലോസ് പൊടിയായോ? ഇതെല്ലാരും അവല്. ഇത് അവലല്ല, അവലോസ് പൊടിയാണെങ്കിൽ കുഴപ്പമുണ്ടോ? നമ്മൾ കണ്ടുപിടിക്കും. അങ്ങനെയല്ല പേരുണ്ടത്. ആ അങ്ങനെ പേര് അങ്ങനെ. ആ അതാണ് പിടിക്ക്, അതാണ് കറക്റ്റ്. പേടിച്ചുപോയി. രാജി നന്നായിട്ടൊന്ന് പ്രോത്സാഹിപ്പിച്ചേ. രാജി ഒരു കൺഫ്യൂഷനിൽ നിൽക്കുകയാണ് ഇപ്പോഴും. ഞാനാ ഈശ്വരാ, ഇവിടെ എന്തൊക്കെയോ ആയിട്ടുണ്ട് കേട്ടോ. അവന് കിട്ടിയാ? ആ ഇവിടെ ഓൾമോസ്റ്റ് അവലിന്റെ രൂപത്തിലൊക്കെ എത്തിയിട്ടുണ്ട്. ശരിക്കും ശ്രുതി ഏകദേശം അവലിന്റെ രൂപത്തിൽ എത്തിച്ചിട്ടുണ്ട്. അവൽ കഷ്ണങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ. അതല്ലല്ലോ ഇവിടെ. അതുകൊണ്ട് ക്ലിയർ ആയി കിട്ടിയത്ര എടുക്കൂ രാജി. ക്വാണ്ടിറ്റിയിലല്ല കാര്യം, എന്തുമാത്രം ചെയ്യണമെന്നുള്ളതിനെ കഴിഞ്ഞും നിങ്ങൾ എങ്ങനെ ചെയ്യണമെന്നുള്ളതാണ്. ആ അടിപൊളി. ശ്രുതി ഇവിടെ അടുത്ത പ്രോസസ്സിലെത്തി. തേങ്ങ പൊട്ടിച്ചു തുടങ്ങി. ലക്ഷ്മി അടിപൊളി. പക്ഷെ അത് മതി. പെട്ടെന്ന് ഇനി ശ്രുതി എല്ലാരും ശർക്കരയൊക്കെ ചിരണ്ടി തുടങ്ങി. അവിടെ ദേ അവലായി എന്ന് എനിക്ക് തോന്നണേ. ലക്ഷ്മി ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാറായിട്ടുണ്ട്. ഇതിൽ അവലേതാ തേങ്ങ ഏതാന്ന് കണ്ടുപിടിക്കേണ്ടി വരും നമ്മള്. നീബ, രാജി പെട്ടെന്ന് 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 നിങ്ങൾ രണ്ടുപേരും കൂടി അണിയുള്ളത്. മറ്റവരൊക്കെ ഓൾമോസ്റ്റ് അതിന്റെ അടുത്ത് എത്തിച്ചിട്ടുണ്ട്. ശ്രുതി തകർത്തു. കണ്ടതിൽ ഏറ്റവും രൂപസാദൃശ്യം കൂടുതൽ അവലിനോട് ഇതിനാണ് കേട്ടോ. തേങ്ങ അങ്ങനെയല്ല ചേർക്കണ്ടേ. തേങ്ങയുടെ സൈഡിൽ നിന്നാണ് ചേർത്തിട്ടുണ്ട്.
അതിട്ടോ ആ പഴം എടുക്കണോ? പഴത്തിലൂടെ പലർക്കും ഒരു യെസ്. നമ്മുടെ ടൈം ഓൾമോസ്റ്റ് കഴിയാറായിട്ടുണ്ട്. ടൈം കഴിയാൻ പോവാണ്. നമ്മുടെ ടൈം കഴിയാൻ പോവാണ്. പെട്ടെന്ന് പെട്ടെന്ന് ഒരു ഫൈനൽ ടച്ച് ചെയ്തോളൂ ഗേൾസ്. ഒരു ഫൈനൽ ടച്ച് കൊടുക്കാനുള്ള സമയമായി. ടൈം കഴിയാൻ പോവാണ്. എന്തായാലും ഇത്ര ഒപ്പിച്ചെടുക്കാൻ അതിന് തേങ്ങ ചേർത്തി. തേങ്ങ പഴം ഇങ്ങനെ കുഴയ്ക്കണ്ടായിരുന്നു. പഴം അങ്ങനെ നമ്മുടെ അവല് റെഡി ആയിട്ടുണ്ട്. గోకుల పాల బాలగా గోపిక మరుడగాముగా మున్ని కన్నవాయం నున్ని కన్నవా పటముడుత వల్లవ కపట నాట్య సూత్రగా మున్ని కన్నవాయం నున్ని కన్నవా. ആ മതി 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 വിട്ടാരെ. അല്ല സഞ്ജു, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇതെങ്ങനെ ഇത്ര കൃത്യമായിട്ട് സാധിക്കുന്നു? ഈ പണി വരുമ്പോ പോവുകയും കഴിക്കാറുമ്പോ വരികയും ചെയ്യുന്നത് അത് എന്താ ടെക്നോളജി? അല്ല, ഞാൻ പെട്ടെന്ന് ഇവിടെ വന്നപ്പോ ആ കുചേലനെ ഓർത്ത് ഞാൻ വളരെ ഇമോഷണൽ ആയി പോയി. ഞാൻ ശ്ശോ. വീക്ഷിക്കുകയായിരുന്നു. അപ്പൊ ഇവിടെ കുറച്ച് കുചേലന്മാര് അവലുമായിട്ട് റെഡി ആയിട്ടുണ്ട്. അത് നന്നായി എന്തായാലും. ആ. പക്ഷെ അല്ല, എന്തിനാ മാറുന്നത് എന്തിനാ? മാറുന്നതിന്റെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ കഴിഞ്ഞ ആഴ്ച അവിടെ ഒരു കൊച്ച് ആ. ചക്ക വെട്ടിയപ്പോ കഷ്ടിച്ചാണ് എന്റെ തലനാട്ടിലേക്ക് എന്റെ തല രക്ഷപ്പെട്ടത്. അപ്പോൾ അതുകൊണ്ട് മാറി നിൽക്കുന്നത് വളരെ ഒലക്കെ ആയതുകൊണ്ട് മാറുന്നത് അല്ലേ? ആയതുകൊണ്ട് മാറി. വളരെ നന്നായി. എന്തായാലും കാര്യങ്ങളൊക്കെ ഓക്കെ ഇല്ലേ? കാര്യങ്ങളെല്ലാം ഏകദേശം ഭംഗിയായിട്ട് നമുക്ക് ഏകദേശം രുചിച്ചു നോക്കാം. സഞ്ജുന് വീട്ടിലെ ഓർമ്മ വന്നു. കാരണം പണി വരുമ്പോ അപ്പ വെളിയിൽ പോവുകയും അതെ, correct. തിരിച്ച് വീട്ടിലേക്ക് വരുന്നത്. ഞാനൊരു അല്ലാതെ വേലക്കള്ള ബാക്കിയെല്ലാം വെറുതെ പറഞ്ഞതാ. വീട്ടിലെ സ്ഥിരം ഓർമ്മ, വീട്ടിലെ ഓർമ്മ വന്നു അല്ലേ? നൊസ്റ്റാൾജിയ, ഹോം സിക്നെസ്. ആണ്. അതെ, അങ്ങനെയൊക്കെയാണ്. അല്ല, ഞാൻ ഒരു വേലക്കള്ളനാണെന്ന് സമ്മതിക്കുന്നതിൽ എനിക്ക് യാതൊരു വിരോധവും ഓക്കെ ഇല്ല. നമുക്ക് വേലക്കള്ളന്നല്ല മൊത്തത്തിൽ അല്ലല്ല കള്ളനാണ്. സഞ്ജുനെ എല്ലാരും കൂടെ ഇങ്ങനെ കളിയാക്കല്ലേ? കഷ്ടമുണ്ട്. ഒരേ ഒരു ആൺതരിയല്ലേ നമുക്കൊരു ശരി, അല്ല ബിന്ദു നമ്മളെ ചേച്ചി ഒറ്റയ്ക്ക് കളിയാക്കും. അല്ല കളിയാക്കല്ലേ? പക്ഷെ ഈ ഫ്ലവേഴ്സ് TV ആയതുകൊണ്ടാണോ സഞ്ജു ഇങ്ങനെ ഒരു കോട്ടിടാനുള്ള കാര്യം? അല്ല, ശമ്പളം കൂട്ടി തരാന്ന് പറഞ്ഞു. ഇത് നേരത്തെ പറഞ്ഞത് ഞങ്ങളെല്ലാരും ഫ്ലവേഴ്സിന്റെ ഒരു അല്ല, പൂക്കളുള്ള ഞാൻ- സാരിയെ കൊടുത്തു വന്നേന്. അല്ല, മാത്രമല്ല എനിക്ക് മൊത്തത്തിൽ ഇമേജ് മാറി. ഇപ്പൊ ഞാനിവിടെ പുഷ്പിച്ച് നടക്കുകയാണെന്ന് ഞാനിവിടെ ഒരു പൂങ്കാവനം തന്നെ ഉണ്ടാക്കും. അല്ലേ? 20 പേരും രക്ഷപ്പെടാൻ പോകുന്നില്ല. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇവരുടെ ഭർത്താക്കന്മാരാണ് മുൻകൈ എടുത്ത് ഇവരെ ഇവിടെ വിട്ടത്. പക്ഷെ ഞാൻ കേട്ടത് അവരൊരു സംഘടന തുടങ്ങി എന്നാണ് ഞാൻ കേട്ടത്. അത് ബാക്കി എല്ലാവർക്കും ഓക്കെ ആയിരിക്കും. സഞ്ജു പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ അതെ, ഓർമ്മിപ്പിക്കാറുള്ളൂ. എനിക്ക് പഴയ പാൽക്കാരൻ പയ്യനെ ഓർമ്മ വന്നു. ഓക്കെ, നമുക്ക് അടുത്ത വീട്ടിലേക്ക് പോകാം. മതി, 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 മതി. ഓക്കെ അല്ലേ? കൂടുതൽ അമിത പ്രതീക്ഷകൾ വേണ്ട. എന്ത് പറ്റി കഴുത്തിന്? കഴുത്തിനോ? കുറച്ചു നേരം ഇങ്ങനെ ആ, ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്തോ ഒരു പ്രശ്നം അഹങ്കാരമാണോ? അങ്ങനെയാണ് അഹങ്കാരം. കഴുത്തിനല്ല മൊത്തത്തിൽ അല്ല, വരുന്നത്. ഞാൻ വിചാരിച്ചു സുധാ മാമും വിൻചേച്ചിയൊക്കെ ഇരിക്കുന്നത് കൊണ്ട് ഒന്ന് കളിച്ച് കാണിക്കാം. ഏയ് അല്ലല്ല. അതൊന്നുമല്ല. സഞ്ജുന്റെ ഏതോ പടം കഴിഞ്ഞ ദിവസം ക്രിസ്മസിന്റെ ആ സമയത്തെ തിയേറ്ററിൽ ടിവിയിലുണ്ടായിരുന്നു. കുറച്ചധികം ആളുകൾ കാണുകയും പുറത്തിറങ്ങിയപ്പോൾ തിരിച്ചറിയുകയും ചെയ്തുകൊണ്ടാണ്. അല്ല, ആ TV ഇത് തന്നെയാണ്, ഫ്ലവേഴ്സ് ആണ്. തൽക്കാലം ഇവിടെ നിൽക്കാം. നമുക്ക് മാർക്കിലേക്ക് പോവാം. ജഡ്ജസിന്റെ കമന്റ്സിലേക്ക് പോവാം. എനിക്ക് തോന്നുന്നു ഇപ്പം ഇവിടെ ഈ അവല് ഇടിച്ചു തുടങ്ങിയപ്പോ തൊട്ട് ഇവിടെ ചിലരൊക്കെ നാവിൽ വെള്ളം ഊറി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അതെ. അല്ല, ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. ഈ അവൽ എന്ന വാക്ക് കേട്ടപ്പോ തന്നെ എന്റെ തൊട്ടടുത്തിരിക്കുന്ന ആള് ഇങ്ങനെ വായ കൂടെ ഒക്കെ വെള്ളം വന്നൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റിലൊക്കെ ഇങ്ങനെ കവറപ്പ് ചെയ്തിരിക്കുകയാണ്. ആരാന്ന് ഞാൻ പറയില്ല, വേണമെങ്കിൽ ചൂണ്ടിക്കാണിക്കാം. അപ്പൊ അദ്ദേഹത്തിന് ഇതൊന്ന് ടേസ്റ്റ് ചെയ്യണം എന്നുണ്ട്. 5 പേരും കൂടെ അവനവൻ ഉണ്ടാക്കിയ അവന്റെ പ്രസന്റേഷനും കൂടെ കാണണമല്ലോ ഞങ്ങൾക്ക്. അപ്പൊ ആ 5 പേരും അവനവന്റെ പ്രസന്റേഷനുമായിട്ട് ഒന്ന് ഇങ്ങോട്ട് വന്നെങ്കിൽ കൊതിയൂറുന്ന വിഭവം നമുക്ക് നമ്മുടെ ജോമോൾക്ക് കൊടുക്കായിരുന്നു.
ജഡ്ജസ് അവര് കഴിച്ചിട്ടൊന്നും മിണ്ടുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണോ? അല്ല സഞ്ജുനോട് അവലാണെന്ന് ആരാ പറഞ്ഞേ? ആരാണ്? അല്ല ഞങ്ങൾ അവലാണ് കഴിച്ചെന്ന് ആര് പറഞ്ഞു? അവലല്ലേ ഇത്? അത് അവളാണ്. ഓ അവളാണ്. അതെ അതെ ഇത് അവളാണ്. കൊറേ അവളും ഒരവനും. ഒന്നെങ്കിലും ഉണ്ടായിരുന്നല്ലോ. എല്ലാം എനിക്കാണല്ലോ. എല്ലാം എനിക്ക് തന്നെയാണല്ലോ. മിണ്ടം പറ്റാതെല്ലാം എനിക്ക് കിട്ടുന്നുണ്ട്. താങ്ക് യു. ഞങ്ങക്ക് വല്ലപ്പോഴും ഇടയ്ക്കൊക്കെ ഓരോ എന്റർടൈൻമെന്റ് വേണ്ടേ? അതെ, സഞ്ജു മുടങ്ങാതെ വരണമെന്നാണ് എല്ലാവരുടെയും അഭ്യർത്ഥന അല്ലേ? അതെ അതെ. എല്ലാവരുടെ പ്രണയ അമ്പുകൾ ആ എല്ലാം സഞ്ജുവിലേക്കാണ്. ഓ, എനിക്ക് വയ്യ. അല്ല ഞാൻ എവിടെയും കണ്ടിട്ടില്ല കേട്ടോ ഇങ്ങനെ പൂക്കളുള്ള ഒരു ഒരു പ്രോബ്ലി ഞാൻ അങ്ങനെ ആണുങ്ങളെ കാണാത്തോണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഓ, എനിക്ക് വയ്യ. ശ്രദ്ധിക്കാറില്ല. ശ്രദ്ധിക്കാറില്ല അല്ലേ? ഇല്ലാന്നേ. മലേഷ്യയിലെ- അതിനുള്ളൊരു ചാൻസ് കിട്ടി. മലേഷ്യയിലേക്ക് ആണുങ്ങൾ വംശനാശം വന്നു ഉണ്ട്, പക്ഷെ അവിടെയൊക്കെ ഇല്ലേ ഭയങ്കര റെഡും ഭയങ്കര ബ്ലൂയും ഭയങ്കര കേട്ടോ, അപ്പൊ എല്ലാം കാണാറുണ്ട്, എല്ലാം ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. അല്ല അതുകൊണ്ട് ഇങ്ങനെ ഫ്ലവർ ഇട്ട് നടക്കുന്ന ചെക്കന്മാരെ ഒന്നും കാണാറില്ല എന്ന് പറയായിരുന്നു. സമ്മതിച്ചു. നമ്മള് തൽക്കാലം നമ്മളിത് വിശ്വസിച്ചു. അപ്പൊ എന്നിട്ട് ഇത് പറഞ്ഞില്ല, നമ്മൾ ഇത്ര ലൈവായിട്ട് ഇടിച്ചുണ്ടാക്കിയ അവില് കഴിച്ചിട്ട് നിങ്ങൾക്കൊന്നും പറയാനില്ല? ഒരറ്റത്തുനിന്ന് തുടങ്ങാം അല്ലെ? നിങ്ങളെല്ലാവരും എനിക്ക് തോന്നുന്നു കുറേ സമയം എടുത്തത് ചൂടാക്കാനായിരുന്നു അല്ലേ? നെല്ല് ചൂടാവാനായിരുന്നു ടൈം എടുത്തത്. അതിലെനിക്ക് ആദ്യം ലക്ഷ്മിയും നിബയുടെ ആണ് ആദ്യം ചൂടായത്. നിങ്ങൾ രണ്ടുപേരുമാണ് എഫേർട്ട്ലെസ് ആയിട്ട്. ആദ്യം എനിക്ക് ഞങ്ങളുടെ കണ്ണ് പോയത്, എസ്പെഷ്യലി ഞാൻ നോക്കിയിരുന്നത് ലക്ഷ്മിയും നിബയും ചെയ്യുന്നതായിരുന്നു. മറ്റുള്ളവർ അവരുടെ സ്പീഡിൽ അവരവരുടേതായിട്ടുള്ള ഒരു ലോകത്ത് അവർ ചെയ്തുകൊണ്ടിരുന്നു. നിങ്ങൾ കൂളായിരുന്നു. എസ്പെഷ്യലി നിബ കൂളായിട്ടാണ് ചെയ്തത്. കാരണം വീട്ടിലിത് സ്ഥിരം ചെയ്യുന്ന ഒരു ഫീലായിരുന്നു നിബ ചെയ്തിട്ട് കിട്ടിയത്. ലക്ഷ്മി അതുപോലെ തന്നെ. ലക്ഷ്മി പിന്നെ ഞാൻ നിന്നെ ശരിയാക്കും എന്നുള്ള രീതിയിലാണ്. നീബ അങ്ങനെ ഇപ്പോഴും ഉപയോഗിക്കാറുണ്ടോ? ഏത് നീബ ഇപ്പോഴും ഇത് ഞാൻ മിക്കവാറും ഇങ്ങോട്ട് കൊണ്ടുവരും. ഞാൻ ഉറപ്പായിട്ടും ഇങ്ങോട്ട് കൊണ്ടുവരും. സഞ്ജുവിനെ എനിക്ക് ശരിക്കും ഒന്ന് കാണണം. മിക്കവാറും ഈ ഒലക്ക നമ്മുടെ ഇവിടെ തന്നെ വെക്കുന്നതായിരിക്കും സേഫ്. അല്ല പുള്ളിക്കാരനെ പോരും, നമുക്ക് ചോദിക്കാം. ഉപയോഗിക്കാറുണ്ടോ? പുള്ളിക്ക് നന്നായിട്ട് അറിയാം. ഓക്കെ. എനിക്ക് രാജി ചെയ്തപ്പോഴാണ് കുറച്ച് ചെയ്ത ശീലമില്ലാത്ത ഒരു. രാജി ദുബായിലാണ് അല്ലേ? അപ്പൊ അതിന്റെ ഒരു ഇതറിയാനുണ്ട്. പിന്നെ മിനിയും ശ്രുതിയും അവരുടേതായിട്ടുള്ള ലോകത്ത് ചെയ്തു. പക്ഷേ ഞാൻ കണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ലക്ഷ്മിയും നിബയും രാജിയും മിനിയും നിങ്ങളുടെ 4 പേരുടെ ആ ഏരിയ നല്ല നീറ്റായിട്ടുണ്ട്. ശ്രുതിയുടെ ആണ് അവിടെ കുറച്ച് പൊടിയും കുറച്ച് താഴെ വീണോ ഇടയ്ക്ക്? കുത്തുമ്പങ്ങനെ തെറിക്കുന്നുണ്ട്. അതെയോ? ഇതെല്ലാമായിട്ടും നിങ്ങളുടെ എല്ലാവരും ചെയ്തിട്ടും പക്ഷേ കറക്റ്റായിട്ട് അവസാനം എനിക്ക് തോന്നിയത് സ്കോർ ചെയ്തത് ശ്രുതിയാണ്. കാരണം ശ്രുതിയുടെയാണ് എനിക്ക് അവലായിട്ട് വന്നത്. ശ്രുതി ചെയ്ത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ശ്രുതിക്കൊന്നും അറിയില്ല. ഒരു ഭാഗത്ത് നിന്ന് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. കുറേ കഴിഞ്ഞപ്പോൾ അത് താഴെ വീഴുന്നു. അപ്പം ശ്രുതി അതെടുക്കുന്നു, അങ്ങനെയെല്ലാം ചെയ്യുന്നു. പക്ഷേ ചെയ്ത് വന്നപ്പം അവലായിട്ട് അശ്വതി പറഞ്ഞതുപോലെ അവലായിട്ട് വന്നത് ശ്രുതിയുടെ ആയിരുന്നു. ബാക്കി എല്ലാവരുടെയിലും ഞാൻ പറഞ്ഞത് എൻ്റെ ഒരു വൺ ഓഫ് മൈ ഫേവറേറ്റ് ഡിഷാണ് ഈ അവലും ശർക്കരയും പഴവും എല്ലാം. അപ്പം അതുകൊണ്ടാണ് എനിക്ക് തന്നെ ആദ്യം കിട്ടിയത് കഴിക്കാൻ. ബാക്കി എല്ലാവരുടെ ഇതിലും അരി ഉണ്ടായിരുന്നു. എനിക്ക് പിന്നെ ലക്ഷ്മിയുടെയാണ് അരി ആണെങ്കിലും കുറച്ച് ക്രിസ്പി ആയിരുന്നു. നല്ല ക്രിസ്പിയും ആയിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ബാക്കി ആർക്കും ടേസ്റ്റ് ഇല്ല എന്നല്ല പറഞ്ഞത്. ഇത് അവലാണ് ഉണ്ടാക്കേണ്ടത് കൊണ്ട് അവലായി വന്നത് ശ്രുതിയുടെയാണ്. ഹായ്, അവൽ ഭയങ്കര ടേസ്റ്റി ആയിരുന്നു എല്ലാവരുടെയും. പക്ഷേ ലൈക്ക് ദേ സേ ഇറ്റ്സ് വാസ് ദി ഹെയർ ആൻഡ് ദി ടോട്ടോയ്സ് കേസ്. ലാസ്റ്റ് ടോട്ടോയ്സ് ശ്രുതി ആയിരുന്നു. സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് പറയത്തില്ലേ, അങ്ങനെയായിരുന്നു. പക്ഷേ എനിക്ക് പ്രൊസീജിയർ ഭയങ്കര ഇഷ്ടപ്പെട്ടു ശ്രുതിയുടെ. ഷീ ഫിനിഷ് ദി എൻറ്റയർ ടാസ്ക്. അതിനുശേഷം ഷീ ക്ലെൻഡ് അപ്പ് ദ ഹോൾ തിങ്. ഇത് ജനറലി നമ്മളുടെ വീട്ടിൽ ചെയ്യുന്ന ഒരു സംഭവമാണ്. മൊത്തം ടാസ്ക് കഴിഞ്ഞതിന് ശേഷം യു ക്ലെൻഡ് അപ്പ് ദ ഹോൾ തിങ് ഓൾസോ. എനിക്ക് ആ അപ്രോച്ച് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ശ്രുതി നിങ്ങളുടെ. ആൻഡ് വെരി സോഫ്റ്റ്, നമ്മളുടെ ഒരു വേൾഡ് ക്രിയേറ്റ് ചെയ്ത് ഫോക്കസ് ആബ്സൊല്യൂട്ട്ലി ടിൽ ദി എൻഡ് അവിടെ 0 ആയിരുന്നു. മൊത്തം ഫോക്കസ് ഇവിടെ ആയിരുന്നു. ലാസ്റ്റ് ഐ തിങ്ക് 2 minutes ആണ് ഞങ്ങളുടെ എൻറ്റയർ ഫോക്കസ് അവിടെ പോയത്. ദാറ്റ് ശ്രുതി ഈസ് ഓൾമോസ്റ്റ് ഫിനിഷ് ദ ടാസ്ക്. അതിനുശേഷം വന്ന് ക്ലീൻ അപ്പ് ചെയ്യുന്നു ദ എൻറ്റയർ പ്ലേസ്. വെരി ഗുഡ് അപ്രോച്ച് ശ്രുതി, ഐ റിയലി ലൈക്ക് ഇറ്റ്. ആൻഡ് നിങ്ങളുടെ ആ ഡിഷും ഭയങ്കര ടേസ്റ്റി ആയിട്ടുണ്ട്. ആൻഡ് പ്ലീസ് കീപ്പ് ഇറ്റ്. ഈ റൗണ്ടിന് ശേഷം എനിക്ക് ഒരു പാർസൽ, എനിക്ക് സ്പെഷ്യൽ പാർസൽ ബോംബെക്ക്. Yeah, coming to you, Lakshmi. Yes, tasty, crispy, and very methodical. നിങ്ങളുടെയും I think നിബ
നിബാം ലക്ഷ്മിന്റെ മെത്തേഡ് അപ്രോച്ച് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. താങ്ക് യു മാം. ഒരു മെത്തേഡ് ഉണ്ട്, ഒരു ഡിഷ് ചെയ്യുമ്പോൾ ഒരു മെത്തേഡ് ഫോളോ ചെയ്യും നമ്മൾ. സോ ആ മെത്തേഡ് നിങ്ങൾ രണ്ടുപേരും കറക്റ്റായി ഫോളോ ചെയ്തു. ബട്ട് ബിറ്റ്വീൻ യു ബോത്ത് ടേസ്റ്റ് എന്ന് പറയുന്നത് ലക്ഷ്മിന്റെ ടേസ്റ്റ് വാസ് മച്ച് ബെറ്റർ. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. യെസ്. ഫസ്റ്റ് ടൈമാ ഞാൻ ഒരല് കാണുന്നത്. സീരിയസ്ലി ഞാൻ കണ്ടിട്ടില്ല. ഇത് ഫിസിക്കൽ സ്ട്രെങ്ത് എക്സസൈസ് ആണ് ഇത്. സോ ദാറ്റ് ഓൾസോ ഷോസ്. സി ദ റിയാലിറ്റി ഷോ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് എ കോമ്പറ്റീഷൻ. നമ്മളുടെ ഇന്നർ സ്ട്രെങ്ത് പോലും നമ്മൾക്ക് ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ആയിരുന്നു അല്ലേ? പക്ഷെ ഇതും ചെയ്യാം. ഇതും ചെയ്യാന്നൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. സി ദാറ്റ് ഈസ് ദ ബ്യൂട്ടി ഓഫ് എ റിയാലിറ്റി ഷോ. സോ നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത് നിങ്ങളെ തന്നെ ഡിസ്കവർ ചെയ്യുന്നു. So do that. This is a best journey to do. Sure ma'am. Thank you. Okay. Thank you ma'am. Coming to you, Raji ഭയങ്കര petite, cute. നമ്മളുടെ urban influence ആണല്ലേ? ദുബായിലെല്ലാം നമ്മളുടെ put it into the microwave. അവിടെ എല്ലാം നമുക്ക് കിട്ടുമല്ലോ റെഡിമെയ്ഡ് ആയിട്ട്. അതെ അതെ, എല്ലാം റെഡിമെയ്ഡ് ആണ്. സോ ആ ഇൻ എക്സ്പീരിയൻസ് ഇച്ചിരി ഇറ്റ് കേം അക്രോസ് നിങ്ങളുടെ ഇതിൽ. Then coming to you, മെത്തേഡ് അപ്രോച്ച് ഗുഡ്, പക്ഷെ ഇച്ചിരി സ്ലോ ആയിപ്പോയി അല്ലേ? ഇതൊരു കോമ്പറ്റീഷൻ അല്ലേ? സോ ടൈം ഫ്രെയിം വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഏത് ടാസ്ക് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഒരു ടൈം ഫ്രെയിം ഉണ്ട്. സോ കീപ് അപ്പ് ദ ടൈം ഫ്രെയിം ആൻഡ് ഫിനിഷ് യുവർ ടാസ്ക്. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അതർവൈസ് ഗുഡ് അറ്റംപ്റ്റ്, ഗുഡ് ഗോയിങ്. താങ്ക് യു. ഞാൻ ഈ കമൻസ് പറയുന്നതിന് മുൻപ് നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ പേര് മലയാളി വീട്ടമ്മ എന്നാണ്. പക്ഷെ ഇവിടെ ഇരിക്കുന്ന ഓഡിയൻസ് മലയാളി ചട്ടമ്പികളാ. എന്തായിരുന്നു ഷിയറിങ്, എന്തായിരുന്നു ഇവിടെ ആൾക്കാരൊക്കെ ഇങ്ങനെ വളരെ സ്നേഹത്തോടു കൂടി നിങ്ങളെ മലയാളി വീട്ടമ്മയല്ലേ എന്നൊക്കെ ഇങ്ങനെ. ഇനിയിപ്പോൾ ചോദിക്കുക എന്തായിരിക്കും ചോദിക്കുക? മലയാളി ചട്ടമ്പികളല്ലേ നിങ്ങൾ എന്ന് ചോദിക്കാം കേട്ടോ. പ്രത്യേകിച്ച് അതിൻ്റെ ലീഡർ ശ്രീകുട്ടി ആണോ എന്ന് എനിക്ക് വളരെ ഡൗട്ടുണ്ട്. ആണോ? അതെ, ആ കറുത്ത കാര്യങ്ങൾ എന്റെ തന്നെയാണ്. എനിക്ക് തോന്നി ശ്രീകുട്ടിയുടെ മാത്രം ഒരു പരിശ്രമത്തിന്റെ ഫലമാണ് ഈ ഒരു ബഹളം. ദാറ്റ്സ് ഫാന്റാസ്റ്റിക്. അത് ആക്ച്വലി ഭയങ്കര സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. നമ്മുടെ പാർട്ടിസിപ്പൻസിനെ ഷിയർ ചെയ്യാൻ അതേ ഗ്രൂപ്പിലെ കണ്ടസ്റ്റൻസ് അതിനൊരു മുൻകൈ എടുക്കുന്നതിന് ഡെഫിനറ്റ്ലി നിങ്ങൾ തന്നെ നിങ്ങൾക്ക് ഒരു കൈയടി കൊടുക്കണം. ഫാന്റാസ്റ്റിക്. എഗെയിൻ ഞാൻ ഒരേ കാര്യം റിപ്പീറ്റ് ചെയ്യുന്നില്ല. ബട്ട് മിനി ആക്ച്വലി ഞാൻ വിചാരിച്ചു മിനി ആയിരിക്കും സ്കോർ ചെയ്യാൻ പോണേന്നായിരുന്നു ഞാൻ വിചാരിച്ചു. ബിക്കോസ് മിനി ആദ്യം ആ പാനിൽ ഇത് ഇട്ടതിന് ശേഷം ഓടി വന്ന് ഇവിടെയൊക്കെ ഒന്ന് ഒരലൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി നമ്മുടെ ചിരവയൊക്കെ ഒന്ന് തുടച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഭയങ്കര മൈ ഗോഡ് എന്താ രസമായിട്ട് എന്ത് പ്ലാനിങ്ങോട് കൂടിയാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോണേന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചതേ ഉള്ളൂ. പിന്നെ അങ്ങോട്ട് സ്ലോ മോഷനായി. എന്ത് പറ്റി മിനി? വാട്ട് ഹാപ്പൻ? ചെയ്തിട്ടില്ല. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലേ? എനിവേ എനിക്ക് തോന്നിയത് ടോട്ടാലിറ്റി വാസ് റിയലി ഗുഡ്. എല്ലാവരും ഒരു മടി വിചാരിക്കാതെ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ ഒരു സന്തോഷം എനിക്ക് ഭയങ്കരമായിട്ടുണ്ട്. പിന്നെ ടേസ്റ്റ് ബാക്കിയെല്ലാം ശ്രുതിയുടെയും ലക്ഷ്മിയുടെയും വെച്ചു. ലക്ഷ്മിയുടെയും ആക്ച്വലി കുറച്ച് അരി ഉണ്ടായിരുന്നെങ്കിൽ പോലും ഒരു ക്രിസ്പിനെസ് ഉണ്ടായിരുന്നത് കൊണ്ട് കുറച്ചൊരു വേറെ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. ബാക്കി 3 പേരുടെയും അരി ആയതുകൊണ്ട് നമുക്കങ്ങനെ കടിക്കുമ്പം അവലാണോ? അത് ശരി. അതാ ഞാൻ അങ്ങനെ ഒരു കമൻ്റ് ഇത് തുടങ്ങിയപ്പോൾ പറഞ്ഞത് അവലാണെന്ന് ആര് പറഞ്ഞു എന്ന് പറഞ്ഞത് തമാശയായിട്ടാണ് പറഞ്ഞത്. പക്ഷെ ആക്ച്വലി എഗെയിൻ നിങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ടല്ല, ഇതൊരു സ്പോർട്ടീവ് എഫക്റ്റ് ആയിട്ട് നിങ്ങൾ എല്ലാവരും എടുക്കുന്നതാണ് അതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു എനർജറ്റിക് പോയിന്റ് ആയിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. സോ ഞങ്ങൾ എല്ലാവരും ഭയങ്കര രസമായിട്ട് ഈ 15 മിനിറ്റ് എൻജോയ് ചെയ്ത് നിങ്ങളുടെ ടെൻഷനും നിങ്ങളുടെ സന്തോഷവും നിങ്ങളുടെ എന്താ പറയുക വിഷമവും ഒക്കെ ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട്. അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കാര്യമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എഗെയിൻ വലിയ മെസ്സപ്പൊന്നും ചെയ്യാണ്ട് ഉള്ളതൊക്കെ ഒരുവിധം എല്ലാവരും നീറ്റായിട്ട് ഭംഗിയായിട്ട് ഒരുവിധം നല്ല രീതിയിൽ എല്ലാവരും ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഒരു 2-3 നല്ല പോയിന്റ്സ് എന്താന്ന് പറഞ്ഞാൽ എല്ലാവരും കുഞ്ഞു കുഞ്ഞു പോയിന്റ്സ് ശ്രദ്ധിക്കാൻ തുടങ്ങി എന്ന് തന്നെ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ഓൾ ദി വെരി ബെസ്റ്റ്. സോ മച്ച് ചേച്ചി. ഇനി നമുക്ക് ഇതെല്ലാം ലൈവായിട്ട് കണ്ടുകൊണ്ട് നടന്ന ഒരാളുണ്ട് ഇവിടെ. അമ്മച്ചിയുടെ അഭിപ്രായം കേട്ടില്ല. എനിക്കും പറയാനുള്ളത് അത്ര എളുപ്പമുള്ള ഒരു ടാസ്ക് അല്ല, വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ടാസ്ക്കാണ്. ഇത്ര ചെയ്തതിന് തന്നെ ഇവർക്കൊരു ബിഗ് ക്ലാപ്പ് കൊടുക്കണ്ട. പക്ഷെ തേങ്ങ ചിരണ്ടുമ്പോൾ ഇങ്ങനെയല്ല തേങ്ങ ചിരണ്ടേണ്ടത്. തേങ്ങ ചിരണ്ടുമ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇവിടെ നിന്നാണ്. എനിക്കിപ്പോൾ നിരത്തി ഇരിക്കാനൊരു ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ഞാൻ ചിരണ്ടി കാണിച്ചു.
ഞാൻ അമ്മച്ചിയുടെ ശിക്ഷണത്തിൽ ചില കാര്യങ്ങൾ പഠിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ സൈഡിൽ നിന്ന് വേണം ചിരട്ടി ഇപ്പൊ തുടങ്ങാൻ. നടുക്കെന്നാണ് തേങ്ങ ഇരണ്ടിക്കുന്നത്, സൈഡിൽ നിന്ന് വേണം തേങ്ങ ഉണ്ട്. അയ്യോ തേങ്ങയ്ക്ക് നോവും. കറക്റ്റ് എല്ലാവരും കൈയടിക്കും. അയ്യോ കൂടുതൽ കളിയൊക്കെ സഞ്ജുവിനെ എനിക്ക് ചെയ്യിപ്പിക്കും. സഞ്ജു ഒന്ന് ആലോചിച്ചോക്കെ ആ കോട്ട് സൂട്ടൊക്കെ ഇട്ടുന്നതിന്റെ പോലെ ഞാൻ അന്തസ്സായിട്ട് ചെയ്യും. എന്നാ ഒന്ന് കണ്ടേ. അല്ലല്ല. ഓക്കെ, അശ്വതിയും സഞ്ജുവും തമ്മിലൊരു കോമ്പറ്റീഷൻ. അശ്വതി അശ്വതിയും സഞ്ജുവും തമ്മിലൊരു കോമ്പറ്റീഷൻ. അശ്വതി മലയാളി വീട്ടമ്മ. അശ്വതി മലയാളി വീട്ടമ്മ. അപ്പോഴത്തേക്ക് എനിക്ക് തേങ്ങ എടുത്ത് വരുന്നു. അല്ല ചിരട്ട് ചിരട്ട്. ആ രണ്ടെണ്ണത്തില് വേറെ വേറെ സ്ഥലത്ത്. വേണ്ടേ? തുടങ്ങിയോ? ഇത് ഞാൻ സമ്മതിക്കുന്നില്ല. അതെന്നായിരുന്നു? കഴിഞ്ഞോ? എന്തോ? സഞ്ജുവിന്റെ പ്ലേറ്റ് നോക്കൂ. സഞ്ജു അല്ല ഇവിടെ. അശ്വതി എന്തോ? വിട്ടുകൊടുക്കരുത്. ടെൻഷനാക്കാതെ. ഭാര്യയ്ക്ക് ചേണ്ടി കൊടുക്കാറുണ്ടെന്ന് തെളിവായി. ഭാര്യയ്ക്ക് ചേണ്ടി കൊടുക്കാറുണ്ട്. സഞ്ജു 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 സഞ്ജു. അയ്യോ ഈ മ്യൂസിക് നിർത്തണില്ലേ? എന്റെ എന്റെ മോതിരൊക്കെ ഊരിപ്പോയി. അവൻ ജയിക്കൂട്ടാ, അവൻ ജയിക്കും. അത് കുഴപ്പമില്ല. സഞ്ജുവിന് ഞാൻ വിട്ടുകൊടുക്കാൻ തയ്യാറാണ്. ഇത് ഫുള്ള് ചിരണ്ടോ? സഞ്ജു മതി. സഞ്ജു നിർത്താൻ നമുക്ക്. ടൈമർ ഓക്കെ അല്ലേ? ഫുള്ള് ചിരണ്ടോ? ഒരു തേങ്ങ. അത് ചെറിയ തേങ്ങയായിരുന്നു. അശ്വതി ഇപ്പൊ മനസ്സിലായോ പണി പറയുമ്പോൾ എന്തുകൊണ്ട് വെളിയിൽ പോകുന്നു? സ്ഥിരം പണിയാണ്. അല്ല സഞ്ജു ഒന്ന് സെന്ററിൽ നിന്ന് എല്ലാ മലയാളി വീട്ടമ്മമാരും സഞ്ജുവിനെ എണീച്ച് ഒരു കാര്യം sure-ആയി. ആക്ച്വലി സഞ്ജു എല്ലാവരും പ്രാർത്ഥിക്കുന്നു സഞ്ജുവിനെ മാറി ഒരു ഭർത്താവിനെ കിട്ടണേ എന്ന്. അശ്വതി. ബുദ്ധിമുട്ടായിരിക്കും എന്നാലും എനിക്ക് ബുദ്ധിമുട്ടായിരിക്കും എന്നാലും ആർക്ക്? ഇനി അല്ല സഞ്ജുവിനെ മാതിരി, സഞ്ജുവിനെ ഉദ്ദേശിച്ചില്ല. ഇതൊറ്റ പീസേ ഉള്ളൂ. ഇതൊറ്റ പീസേ ഉള്ളൂ. അശ്വതി ഏ? ഇനി കാവിലെ പാട്ട് മത്സരത്തിന് കാണാന്ന് പറഞ്ഞേരെ. ഏ? കാവിലെ പാട്ട് മത്സരത്തിന് കാണാന്ന് ഇനി പറഞ്ഞേരെ. ഇത്തരം മത്സരങ്ങളിൽ കമ്മിറ്റി നടത്താതിരിക്കായിരിക്കും കമ്മിറ്റിക്ക് ഞങ്ങൾക്ക് നല്ലത്. വേണം സഞ്ജു. വേണ്ട വേണ്ട അത് കാര്യമില്ല. വെരി ഗുഡ് വെരി ഗുഡ്. സഞ്ജുവിനെ ഭർത്താവായിട്ട് ഇനി ഒരുപാട് സ്ത്രീകൾ ആഗ്രഹിക്കും. കാരണം നന്നായിട്ട് വീട്ടിലെ ജോലികൾ ചെയ്യുന്നവർക്ക് ശരിയാ, ഉറപ്പായി. സത്യം കേട്ടോ. അത് സഞ്ജുവിന്റെ ഭാര്യയുടെ ഒരു ഭാഗ്യം നോക്കണം. സഞ്ജുവിന്റെ ഭാര്യയുടെ പേര് അശ്വതി അല്ലേ? എന്താ? അല്ല. അയ്യോ. അല്ല എവിടെ ചെന്നാലും എന്നെ ഇങ്ങനെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇല്ല നേരത്തെ പല രൂപത്തിൽ. നേരത്തെ പറഞ്ഞത് മുഴുവൻ ഞാൻ തിരിച്ചെടുത്തു. ആണല്ലോ അല്ലേ? അതെ ഇതൊരൊറ്റ ടാസ്കിലൂടെ സഞ്ജു പ്രൂവ് ചെയ്തു. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ടാസ്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അശ്വതിയിൽ നിന്ന് നമുക്കത് സഞ്ജുവിലേക്ക് അല്ല. പകർന്നു കൊടുക്കാം. shift ചെയ്യാം. പകർന്നു കൊടുക്കാം. അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇതിന്റെ പ്രൊഡ്യൂസറിനോട് ആ ഇന്നോവ കാർ എനിക്ക് എങ്ങനെ? രണ്ട് ടയറെങ്കിലും. അതെ അതെ ചെറുതായിട്ടൊരു അഡ്ജസ്റ്റ്മെന്റ്. സഞ്ജു ഇത് കഴിഞ്ഞ് വീട്ടച്ഛൻ തുടങ്ങും, അതിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അടുത്ത പരിപാടിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടല്ലേ? അപ്പൊ വളരെ ലളിതമായ ഒരു ടാസ്കിന് ശേഷം ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ ഇവരോട്. അപ്പൊ നമുക്ക് questionലേക്ക് പോവാം. ക്വസ്റ്റ്യൻ ഉണ്ട്. പക്ഷെ ആ ഒലക്ക പിടിച്ചിരിക്കുന്ന ആള് മറ്റേ ഫ്ലൂട്ട് മാറി പിടിക്കുകയാണെങ്കിൽ ആ, ക്വസ്റ്റ്യൻസ് പിടിക്ക്. സഞ്ജു പിടിക്ക് സഞ്ജു. നമ്മളിതൊന്നും കേട്ട് അല്ല പക്ഷെ സഞ്ജു എനിക്ക് തോന്നുന്നു എന്തും ചെയ്യും ഇപ്രാവശ്യം സുകുമാരൻ. അല്ല സഞ്ജു ഇപ്രാവശ്യം വേണു വന്നില്ലല്ലോ. അല്ല, അത് വന്നു. അല്ല പക്ഷെ അതൊരു ഒരു സുഖമായില്ലേ ഞങ്ങൾക്ക് ആ ഫ്ലൂട്ട് വെച്ചിട്ടേ. ആണല്ലേ? ആ അപ്പൊ എല്ലാവർക്കും നല്ല സുഖമൊക്കെ വേണം. ഞാനാണ് ഇവിടെ എന്തിനും ഏതിനും സുകുമാരൻ. അതാണോ? ആ പിടിക്കൊരു ഫോട്ടോ എടുക്കട്ടെ. ഏത് ഇതോ? ആ പിടിക്ക്. ആ, ശ്രീകൃഷ്ണനായിട്ട്. ആ, അയ്യോ, നീലയാ വേണ്ടത്. പച്ച അത് കുഴപ്പമില്ല. മതി. ഓക്കെ ആണോ? ഇങ്ങനെയാണോ? ഓക്കെ ആണോ? ഇതന്നെ ഇങ്ങനെ തട്ടടിക്കുന്ന സീനില്
കഴിഞ്ഞു. ഇല്ല സഞ്ജുവിന് കുഴപ്പമില്ല, ഇതിപ്പോ ഒരു ശീലായി. അതെ സഞ്ജുശീലായി. എനിക്ക് തൊലിക്കെട്ടി ഇപ്പൊ കൂടിയിട്ടേ സൈസൊക്കെ കൂടി. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. അതിനു മുമ്പ് എനിക്കൊരു റാപ്പിഡ് ഫയർ എന്ന് വേണമെങ്കിൽ ഇതിന് നമുക്ക് പറയാം. ഓക്കെ, പെട്ടെന്ന് ആൻസർ പറയണം. നിങ്ങൾ നിൽക്കുന്ന 5 പേര്. അതില് ഒരു ചോയ്സും കൂടെ തരാം. അശ്വതിക്കും സഞ്ജുവിനും പങ്കെടുക്കാം, പക്ഷേ നിങ്ങളുടെ കണക്ക് കൂട്ടില്ല, ഞാൻ കണക്കിലെടുക്കില്ല. അപ്പൊ അവരുടെ മാർക്ക് പോവില്ലേ? ഇല്ല, അവരുടെ മാർക്ക് പോവില്ല. അവരുടെ മാർക്ക് ഞാൻ വേറെ കാൽക്കുലേറ്റ് ചെയ്തോളാം. ഓക്കെ, അപ്പൊ നിങ്ങളുടെ വീട്ടിൽ പർച്ചേസ് ഒക്കെ ആരാ ചെയ്യുന്നത്? വീട്ടിലെ കാര്യങ്ങൾ നിങ്ങൾ തന്നെയാണ്. ഓക്കെ, അപ്പൊ എനിക്ക് തോന്നുന്നു 5 പേരൊന്ന് ഒരുമിച്ച് നിന്ന് നിങ്ങളൊരു സൈഡിലോട്ട് മാറിയാൽ എനിക്ക് ചോദിക്കാൻ എളുപ്പമായിരിക്കും. സുരേഖ അരിയുടെ ഇന്നത്തെ വില 39. പറഞ്ഞ് ഈ സൈഡിൽ നിന്ന് 1 കിലോ സുരേഖ അരിയുടെ ഇന്നത്തെ വില എത്രയായിരിക്കും? 1 കിലോന് 41. 45. ഞാൻ അവിടുത്തെ റേറ്റ് വെച്ച് പറഞ്ഞാൽ മതിയോ? അല്ല, ഒന്ന് പറ. 10 to 12 dirhams ഒക്കെയാണ്. ഇന്ത്യൻ മണി into 18 into 120 150. 1 കിലോ ആണ് ചോദിച്ചത്, ഒരു ചാക്കല്ല. അല്ല, ആവും. എത്ര? 1 kgക്ക് 12 dirhams ഒക്കെ ആവാറുണ്ട്. അപ്പൊ ഇന്ത്യൻ മണി എത്രയായിരിക്കും? 340 രൂപ. 1 കിലോ സുരേഖ അരിയുടെ വില 340. ഓക്കെ, 43. ഓക്കെ. 40. സഞ്ജുവിനും പങ്കെടുക്കാം. 39 രൂപ. സത്യമായിട്ട് പറഞ്ഞൂടാ. മോശാട്ടോ. എന്തിന് ചോദിക്കണ്ട. വേറെ ബ്രാൻഡ് പറഞ്ഞാൽ മതിയോ? വീട്ടിൽ സുരേഖെല്ലാം മേടിക്കണേ. അയ്യടാ, വേറെ അല്ല, 2 രൂപന്ന് അരിയുടെ വില. 2 രൂപ. ഇത് മറ്റേതാ, വ്യാജ റേഷൻ കാർഡ് ഉണ്ടാക്കി 2 രൂപ. ഇഷ്ടായി. അതെനിക്ക് ഇഷ്ടായി. വെരി സോറി. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം. പഞ്ചസാരയുടെ വില, 1 കിലോ പഞ്ചസാരയുടെ ഇന്നത്തെ വില 36. ഓക്കെ, 36. ഓൾമോസ്റ്റ് ഈ സെയിം റേറ്റ് തന്നെയാണ്. 3 dirhams ഒക്കെയാണ് കിലോ. ഓക്കെ. 45. 40. സഞ്ജു 40 രൂപ. ഓക്കെ. അശ്വതി 40. സഞ്ജു പറഞ്ഞതുകൊണ്ട് ഓക്കെ, ഒത്തൊരുമ. ഓക്കെ, വെളിച്ചെണ്ണ 1 കിലോയുടെ 75. ബ്രാൻഡിനനുസരിച്ച് ഡിഫറൻസ് ഉണ്ടാവും. ഞങ്ങൾ അപ്രോക്സിമേറ്റ് വെളിച്ചെണ്ണ ഒരു 110 ആണ്. 110. ഓക്കെ, 150. 150 1 കിലോ. ഓക്കെ, 90. 75. കേര 110. അത് ബ്രാൻഡ് അടക്കം ഞാൻ അത് ഏകദേശം 110 തന്നെയാണ്. അശ്വതിക്ക് വല്ലതും പറയാനുണ്ടോ? Around 200. ഓക്കെ, ഒരു 200 മുകളിൽ 1 കിലോ. ഓക്കെ, ചായപ്പൊടിയുടെ വില 145. ഓക്കെ, 1 കിലോ ആണ് 160. 160. 110. നിബ 240. 1 കിലോ. വെരി ഗുഡ്. അടുത്തയാള് 130. സഞ്ജു 280. ഏത് ബ്രാൻഡ്? അതും കൂടെ പറഞ്ഞു. കണ്ണദേവൻ ഗോൾഡ്. ഇതിന് ബിഹൈൻഡ് ദ സീൻ ഉള്ളവരൊന്ന് ചെക്ക് ചെയ്യണേ, ഈ സഞ്ജു പറയുന്ന കറക്റ്റ് ആണോ. കണ്ണൻ ദേവൻ ഗോൾഡ് ബ്രാൻഡ് ഒക്കെ പറയുന്നുണ്ട്. ശരി വെച്ചു. പലചരക്ക് കടയിലാണ് എനിക്ക് വേണ്ടത്. എനിക്കങ്ങനെ നിങ്ങൾ പോകുന്ന പോലെ സൂപ്പർ മാർക്കറ്റ് അങ്ങനത്തേതല്ല. ഹൈപ്പർ സിറ്റി, ഹൈപ്പർ മാർക്കറ്റ്. ഇത് MRP ആണ്. എന്ത്? ഇത് കറക്റ്റ് ആണ്, ഒന്നും പേടിക്കണ്ട. കാർ എനിക്ക് തന്നെ, ഫ്ലാറ്റും എനിക്ക് തന്നെ. ഇത്രയും പറഞ്ഞു തന്നെ. എനിക്കിനി ഒരു ക്വസ്റ്റ്യൻ കൂടെ ബാക്കിയുണ്ട്, അത് കഴിയുമ്പോൾ ഞാനൊരു കാര്യം പറയാം. മുളക് 1 കിലോ ഉണക്കമുളകിന് 130. 120. 90. ഒരു 135. 135. 130. അടുത്ത സഞ്ജു 200. രാവിലെ അപ്പൊ കടയിലെ സാധനങ്ങളൊക്കെ എടുത്തു കൊടുത്തിട്ടുള്ള വരവാണ് അല്ലേ? എനിക്ക് പലചരക്കട ഉണ്ടെന്ന്. അതെ അല്ലേ? അതെ, എല്ലാത്തിന്റെയും വില നല്ല തിട്ടമായിട്ട് പറയുന്നുണ്ട്. അശ്വതിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഇത് തന്നെ 250 പറയും. ഞാൻ ചോദിച്ച 5 കാര്യങ്ങളുടെ വില നിങ്ങൾ 7 പേര് പറഞ്ഞു. അല്ല, ഒരു മറ്റൊരു പ്രധാന കാര്യമുണ്ട് കേട്ടോ. അശ്വതിയുടെ അച്ഛന് ഗ്രോസറി സ്റ്റോർ ആണ്. എന്നിട്ടാണോ ഇത്രയും പൂറായിട്ട് അറിയേണ്ട കാര്യമല്ലോ, പോയി ഭാര്യ പോരെ. പക്ഷേ ഈ നിങ്ങള് 7 പേര് പറഞ്ഞതിൽ വെച്ച് ഈ ഒരു മലയാളി വീട്ടമ്മ എന്ന് പറയുന്ന ഈ പ്രോഗ്രാമിന് ക്വാളിഫൈഡ് ആയിട്ടിരിക്കുന്നത് സഞ്ജു മാത്രമേ ഉള്ളൂ. സഞ്ജു, ഇന്ന് സഞ്ജുവിന്റെ ദിവസം എല്ലാം സഞ്ജുവിന് പോസിറ്റീവായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്.
കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ ഇങ്ങനെ എന്താ പറയാ ദുഃഖിച്ച് അവശനായിട്ടിരുന്ന സഞ്ജുവിനെ അല്ല നമ്മൾ ഇന്ന് കാണുന്നത്. ഓ മൈ ഗോഡ്. സഞ്ജു എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചോ പോയിട്ട്? ഇല്ല, പുതുവർഷമല്ലേ, അപ്പൊ ഞാൻ ഒരു വേറൊരു എനർജി കാരണം ഞാനാണ് സഞ്ജു. ഐ ആം ദ ലക്കി മാസ്കോട്ട്. താങ്ക് യു. ഞാൻ ചോദിച്ച 5 കാര്യങ്ങൾ. സുരേഖ അരിയുടെ ഇന്നത്തെ വില നിങ്ങളെല്ലാരും ആരാ 340 രൂപ പറഞ്ഞ? 1 കിലോ അരിക്ക് 340 രൂപയോ? സഞ്ജു പറഞ്ഞു കറക്റ്റ്. എത്രയായിരുന്നു സഞ്ജു പറഞ്ഞ? 39. അതിന്റെ കറക്റ്റ് വില 38. അടുത്തെത്തി എന്നല്ല, സഞ്ജു മാത്രമേ അടുത്തെത്തിയിട്ടുള്ളൂ. 1 കിലോ പഞ്ചസാരയുടെ ഇന്നത്തെ വില നമുക്ക് സഞ്ജുവിനെ റെഫറൻസ് പോയിന്റ് ആയിട്ട് വെച്ചിട്ട് സഞ്ജു എത്രയാ പറഞ്ഞ? 42. അപ്പൊ ഏറ്റവും ക്ലോസ് ആയിട്ട് പറഞ്ഞത് സഞ്ജു തന്നെയല്ലേ? സഞ്ജു 40 പറഞ്ഞു, അവിടെ 45 പറഞ്ഞു. ഓക്കെ. വെളിച്ചെണ്ണ 1 കിലോ. അതെ, സഞ്ജു എത്ര പറഞ്ഞു? 110. 122. 122 ആണ് 1 കിലോ വെളിച്ചെണ്ണയുടെ. 120 ആരോ പറഞ്ഞിരുന്നല്ലോ. 1 കിലോ ചായപ്പൊടിയുടെ ഇന്നത്തെ വില എത്രയായിരുന്നു പറഞ്ഞത്? ഞാൻ 250 ആണ് പറഞ്ഞത്. വെരി ഗുഡ്. 160. 120 110 240 സഞ്ജു എത്ര പറഞ്ഞ? 280. അശ്വതി? ഞാനൊന്നും പറഞ്ഞില്ലായിരുന്നു, വേണമെങ്കിൽ ഞാൻ 300 പറയാം. സഞ്ജു പറഞ്ഞതാണ് കറക്റ്റ്. 280 രൂപ 1 കിലോ ചായപ്പൊടി. കണ്ടു പഠിക്കണം നിങ്ങൾ എല്ലാരും. ഇനി ലാസ്റ്റ് 1 കിലോ ഉണക്കമുളക്, പിരിയൻ മുളകിന്റെ വില. ഇവര് പറഞ്ഞ പൊട്ടത്തെറ്റാണ്. പറയൂ. ഞാൻ 135, ഇവിടെ 130. അല്ല 130 ഞാൻ 135. 1 കിലോ മുളകിന്റെ ഇന്നത്തെ വില 190. 190. അങ്ങനെ 5 ചോദ്യങ്ങൾക്കും കറക്റ്റ് ആയിട്ട് ഉത്തരം പറഞ്ഞ് ഈ ഒരു കോമ്പറ്റീഷനിലേക്ക് ആകപ്പാടെ ക്വാളിഫൈ ആയിരിക്കുന്നത് സഞ്ജു മാത്രമാണ്. മനസ്സിലായില്ലേ ആണുങ്ങളുടെ ശക്തി? അപ്പൊ നമുക്ക് മാർക്സിലേക്ക് മൂവ് ചെയ്യാവുന്നത് അല്ലേ? ഇനിയാണ് ശരിക്കുള്ള ക്വസ്റ്റ്യൻ വരാൻ പോകുന്നത്. ഓക്കെ, ഐ വിൽ സ്റ്റാർട്ട് വിത്ത് രാജി. നമ്മളെല്ലാവരും, എല്ലാ അമ്മമാരും കുഞ്ഞുങ്ങളെ പാടി ഓർക്കുന്ന ഒരു താരാട്ട് പാട്ടുണ്ട്. ഏതാണ്? ഓമന തിങ്കൾ. ഒന്ന് പാടുവോ? ഓമന തിങ്കൾ കിടാവോ നല്ല കോമള താമര പൂവോ. അടുത്ത ലൈനും കൂടി. പൂവിൽ വീരഞ്ഞ മധുവോ പരി പൂർണേന്ദു തന്റെ നിലാവോ. ഓക്കെ, ഇതായാലും വെരി ഗുഡ്. ഫാന്റാസ്റ്റിക് ആയിട്ട് പാടി. താങ്ക് യു. പക്ഷേ കാര്യം പറയണ്ട, ഇത് ഞാൻ വീട്ടിൽ പാടുമ്പം എന്റെ മക്കൾ അമ്മ പാടണ്ട പ്ലീസ് പാടണ്ട, ഞങ്ങൾ ഉറങ്ങിക്കോളാം പ്ലീസ് എന്നാണ് എന്റെ വീട്ടിൽ എന്റെ 2 മക്കളും പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അപ്പൊ ഞങ്ങൾ അതൊന്നും പാടി കേൾക്കണോ? വേണ്ട പ്ലീസ്. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതൊന്നും ആയിരുന്നില്ല, പാടാൻ പറ്റുമോ അല്ലെങ്കിൽ പാടുമോ എന്നുള്ളതായിരുന്നില്ല. ഇത് എഴുതിയത് ആര് എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഇരയിമ്മൻ തമ്പി. സ്വാതിനാളിനെ പാടി ഉറക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ അമ്മയ്ക്ക് എഴുതി കൊടുത്ത്. അതെ, വെരി ഗുഡ് ആൻസർ. എൻ്റെ ചോദ്യം നിബയ്ക്കുള്ളതാണ്. ഇന്ന് സ്കൂളിൽ പോകുന്ന കുട്ടികൾ രാവിലെ ബാഗെല്ലാമായിട്ട് നമ്മൾ പറഞ്ഞു വിടുമല്ലോ, നമ്മളുടെ ടിഫിനും എല്ലാം ലഞ്ചും എല്ലാം പാക്ക് ചെയ്ത് നമ്മളവരുടെ ബാഗ് എടുത്ത് അവർ തോളത്തിടാൻ കൊടുക്കുമ്പം നമുക്ക് തന്നെ തോന്നാറില്ലേ എന്തൊരു ഭാരമാണ് അവരുടെ ബാഗിന്? എനിക്കെപ്പോഴും തോന്നിയിട്ടുണ്ട്. നിങ്ങളിൽ പലർക്കും അത് തോന്നിക്കാണുമായിരിക്കും. അങ്ങനെയുള്ള സ്കൂൾ കുട്ടികളുടെ ബാഗിൻ്റെ ഭാരം കുറയ്ക്കാൻ എന്തെങ്കിലും ഒരു ഐഡിയ നബിക്ക് നിർദ്ദേശിക്കാൻ പറ്റുമോ? ഇപ്പം മിക്ക ഗവൺമെന്റ് സ്കൂളുകളിലും സ്മാർട്ട് ബോർഡുകൾ വന്നു കഴിഞ്ഞു. ഇപ്പോൾ അതിൻ്റെ പദ്ധതികളാണ് ഗവൺമെൻറ് ഇപ്പോൾ ഇനിഷ്യേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് തന്നെ എന്ത് മാത്രം മക്കളുടെ ബാഗിലെ ലഗേജ് കുറയുന്നറിയോ മാം? ബുക്സ് കുറേയൊക്കെ ഇവർക്ക് അവിടെ തന്നെ ഹോൾഡ് ചെയ്യാം, ഇങ്ങോട്ടേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമില്ല, നമ്മൾ പഠിപ്പിക്കേണ്ട ആവശ്യമേ ഇല്ല ഇപ്പം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ജസ്റ്റ് അവൻ വരുമ്പോൾ എന്താണ് എന്നറിയുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഒന്ന് എനിക്ക് പറയാനുള്ളത്, ബുക്സ് കുറേയൊക്കെ ഹോംവർക്ക്സ് എന്ന് പറയുന്നത് വളരെ കുറവാണിപ്പോൾ.
പണ്ടാണ് ഹോംവർക്ക്സ് എല്ലാം ഹോംവർക്ക്സ് ആയിരുന്നു. ഇപ്പോൾ ഹോംവർക്ക്സ് വളരെ കുറവാണ്. അതുകൊണ്ട് കുറേ ബുക്സ് അവിടെ തന്നെ അവർക്ക് സ്പെഷ്യലായിട്ട് ചെറിയ ചെറിയ റാക്സ് ഉണ്ട്, അതിൽ ഒന്ന് സേവ് ചെയ്യാം. പിന്നെ കുറച്ച് വെയിറ്റ് തൂക്കുന്നത് നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം. എന്നാന്ന് വെച്ചാൽ അവന്മാരൊന്ന് സ്ട്രോങ് ആവട്ടെ. കുറച്ച് ശ്രുതി, വെരി വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ശ്രുതി, വെരി സിമ്പിൾ. ഇത് ഭയങ്കര സോഫ്റ്റ് സ്പോക്കൺ ആയി പോയി തോന്നുന്നു. എല്ലാവരും ഭയങ്കര കുഞ്ഞു കുഞ്ഞു ക്വസ്റ്റ്യൻസ് ആണ്. പാവങ്ങളുടെ അമ്മ എന്നറിയപ്പെടുന്നത് ആരെയാണ്? മദർ തെരേസ. ഞാൻ പറഞ്ഞില്ലേ, വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. കറക്റ്റ് ആൻസർ. ഇതാണോ ക്വസ്റ്റ്യൻ? ആ, അതല്ലേ എനിക്ക് തന്നെ സങ്കടമായി പോയി. ഓക്കെ, മദർ തെരേസയെ കുറിച്ച് വാട്ട് യു ഫീൽ? അവർ ആ ഒരു പേഴ്സണാലിറ്റിയെ കുറിച്ച് എന്താണ് ശ്രുതിക്ക് പറയാനുള്ളത്? ഒരു അറപ്പും ഒന്നുമില്ലാതെ ഇവിടെ തെരുവിൽ കിടക്കുന്ന കുട്ടികളെയും ഒക്കെ എടുത്ത് നോക്കാന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്തൊരു കഴിവ് തന്നെയാണ്. സമ്മതിക്കണവരെ ഞാൻ ശരിക്കും എൻ്റെ മനസ്സുകൊണ്ട് ആദരിക്കുന്ന ഒരു വ്യക്തിയാണ് മദർ തെരേസ. എനിക്ക് ചോദിക്കാനുള്ളത് ലക്ഷ്മിയുടെ അടുത്താണ്. അവയവദാനത്തിന് തയ്യാറാണോ? തയ്യാറാണ്. എന്തുകൊണ്ട്? നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് മറ്റുള്ളവർക്ക് ഒരു ഉപകാരം കിട്ടുകയും അവർക്ക് അതിലൂടെ ജീവിക്കാൻ കൂടുതൽ കഴിയുകയും ചെയ്യുകയാണെങ്കിൽ എന്നെ കൊണ്ടാവുന്ന ഞാൻ ചെയ്യും. വെരി ഗുഡ്. ഇനി എനിക്ക് മക്കളുണ്ടോ? ഒരു മോളുണ്ട്. ഒരു മോള്. എത്ര വയസ്സായി? 8 വയസ്സ്. 8 വയസ്സായി. അപ്പോൾ അവൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കണേ? 2ല്. സോ ലെറ്റ്സ് ഹോപ്പ്. ഇപ്പോൾ മിനി ബാംഗ്ലൂരിലാണ് താമസിക്കുന്നത്. നാളെ ഒരു കാലത്ത് നമുക്ക് കേരളത്തിലേക്ക് വരണമെന്ന് ഒരു ആവശ്യമുണ്ടായി, ഫോർ സം റീസൺ. അങ്ങനെയാണെച്ചാൽ മോളെ മലയാളം മീഡിയത്തിൽ ചേർക്കോ ഇംഗ്ലീഷ് മീഡിയത്തിൽ ചേർക്കോ? ഇംഗ്ലീഷ് മീഡിയത്തിലാവും ചേർക്കുക. കാരണം ബാംഗ്ലൂരിൽ നിന്ന് വരുമ്പം ആ ഒരു സ്വിച്ച് ഓവറിൽ മലയാളം മീഡിയത്തിൽ ചേർത്താൽ മോൾക്ക് അത് പിക്കപ്പ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ. പക്ഷേ മോളെ അല്ലാതെ മലയാളം പഠിപ്പിക്കുന്നുണ്ട്. മിയ ഇപ്പം തന്നെ ഇംഗ്ലീഷും മലയാളവും കന്നഡയും വളരെ ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കുന്ന കുട്ടിയാണ്. 8 വയസ്സായിട്ടുള്ളൂ. അപ്പം ഒബ്വിയസ്ലി മിയ ഒരു 10 വയസ്സോ 12 വയസ്സാകുമ്പോഴത്തേക്കും ഈ അറ്റ്ലീസ്റ്റ് ഈ 3 ലാംഗ്വേജസ് എങ്കിലും നല്ല വൃത്തിയായി എഴുതുകയും കൂടി ചെയ്യുന്നുള്ള സന്തോഷം. അങ്ങനെ കേൾക്കുന്നതിൽ വളരെ വളരെ സന്തോഷം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അപ്പൊ നമ്മുടെ ടാസ്ക് കഴിഞ്ഞു, ക്വസ്റ്റ്യൻ ആൻസർ റൗണ്ട് കഴിഞ്ഞു. അപ്പൊ ഇനി നമുക്ക് മാർക്കിലേക്ക് പോവാം. മാർക്ക് പറയട്ടെ? ഒരു സൈഡിൽ നിന്ന് തുടങ്ങാം. സഞ്ജു 100 on 100. സഞ്ജു, അയ്യോ, അതിന്റെ ഒരു അഹങ്കാരം ഇല്ല. ലക്ഷ്മി 75 on 100. താങ്ക് യു മാം. താങ്ക് യു. ഇത് ഞങ്ങൾ എല്ലാവരും എടുത്ത ഡിസിഷനാണ്. എല്ലാവരുടെയും കൂടെ മാർക്ക് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് പറയാണ്. മിനി 52 on 100. താങ്ക് യു. രാജി 54 on 100. താങ്ക് യു മാം. നീബ 61 out of 100. ആൻഡ് ശ്രുതിയാണ് ഇപ്രാവശ്യം ശ്രുതിയോടുകൂടി പാടുകയും ശ്രുതിയോടുകൂടി ലയിക്കുകയും ചെയ്ത ഒരേ ഒരു വ്യക്തി ശ്രുതിയാണ്. ശ്രുതിയുടെ മാർക്ക് 85 out of 100. ഓൾ ദി വെരി ബെസ്റ്റ്. സഞ്ജുവിന്റെ അത്ര വന്നിട്ടില്ല എന്നാലും. അല്ല, നമ്മൾ ഈ എല്ലാവരുടെ മാർക്കും പറഞ്ഞു, ഒരാളുടെ മാർക്ക് മാത്രം പറഞ്ഞില്ല. എനിക്ക് വേണ്ട. അശ്വതിയുടെ മാർക്ക് പറയൂ മാം. യു ഷുഡ് സേ -25 on 100. കറക്റ്റ് ആണ്. ഒട്ടും തെറ്റില്ല. കറക്റ്റ് ആണ്. തേങ്ങ ചെറുകിയതും ആൻസർ പറഞ്ഞതും എല്ലാം കൂടെ വെച്ചിട്ടാണ് 100 on 100. ഞാൻ എന്റെ ഹൃദയം നിറഞ്ഞ അസൂയ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. താങ്ക് യു. താങ്ക് യു സോ മച്ച്. മലയാളി വീട്ടമ്മയിലൂടെ ഇനി നിങ്ങൾ കുറച്ചുകൂടി കൂടുതൽ അടുത്ത് പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ ഒരു കണ്ടസ്റ്റന്റിനെയാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം. സനം ഫ്രം തൃശ്ശൂർ. എൻ്റെ പേര് സനം നെൽസൺ. ഞാൻ തൃശ്ശൂർ ജില്ലയിലെ കോട്ടൂർ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് നെൽസൺ. ആള് ദുബായിൽ ബിസിനസ് ചെയ്യണു. 2 മക്കളാണുള്ളത്. മൂത്ത മകളുടെ പേര് അനേഘ, രണ്ടാമത്തെ മകൻ്റെ പേര് അൽഫോൺ. ആള് ഞങ്ങൾക്ക് ഒരു ആൺകുട്ടിയുടെ പവറാണ്. 2 പെൺകുട്ടികളാണ്. ചെറിയ മോള് എല്ലാ കാര്യത്തിനും ചെറുപ്പം മുതലേ കടയിൽ പോകാനൊക്കെ ആളാണ് മുൻകൈ എടുത്ത് നിൽക്കുക. അമ്മ ഭയങ്കര ഓപ്പൺ മൈൻഡഡാ. ഞാനും അമ്മയും ഭയങ്കര ഫ്രണ്ട്സാ. ഞാൻ എന്ത് പറഞ്ഞാലും അമ്മ സാധിച്ചു തരും. തൃശ്ശൂർ കേരള കോളേജിലെ മിസ് ദിശ കോളേജിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ കോളേജുകളിൽ നിന്ന് തിരഞ്ഞെടുത്തുള്ള മിസ് ദിശയായിട്ട് മോളെ എടുത്തിട്ടുണ്ടായിരുന്നു. ഫാഷൻ ഡിസൈനിങ് ഭയങ്കര ഇഷ്ടമായിരുന്നു. കോളേജിൽ പഠിക്കുമ്പോൾ തൊട്ട് തന്നെ ഫാഷൻ ഷോസ് കുറേ ചെയ്തിട്ടുണ്ട്. ഫാഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ ഷോസാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണ് ഈ ഷോപ്പ് ഇടാം. അപ്പം എൻ്റെ ഇഷ്ടങ്ങളും ഐഡിയകളും ഒക്കെ ചെയ്യാൻ പറ്റുന്നത് എൻ്റെ ഷോപ്പിലാണല്ലോ. അമ്മ ഭയങ്കര
മലയാളി വീട്ടമ്മ എന്ന് പറയുന്നതിന് ആ ക്യാപ്ഷൻ അനുസരിച്ചിട്ടുള്ള സ്വഭാവം തന്നെയാണ് എൻ്റെ അനിയത്തിക്കുള്ളതെന്ന് എനിക്ക് തോന്നി. പോസിറ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എല്ലാ കാര്യങ്ങളും അത്ര സീരിയസ് ആയിട്ട് എടുക്കില്ല. ചിരിച്ച മുഖത്തോടെയാണ് എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും കേൾക്കുള്ളൂ. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ വേഗം ഇമോഷണൽ ആവും. ഒന്ന് പൊളിച്ചടക്കിക്കോ, മുത്താക്കിട്ട് വന്നോ. എൻ്റെ മകൾ ഉണ്ണിക്ക് എല്ലാ വിജയാശംസകളും നേരുന്നു. ഓൾ ദ ബെസ്റ്റ്. ഇത് ഫുൾ അപ്പിയറൻസ് ഒക്കെ മാറിയല്ലോ. അതെ, തട്ടങ്ങടെ അഴിച്ചാണ്ടല്ലോ എന്റെ സാറേ. ആ സീനാണോ? അത് ശരിയാ അങ്ങനെ തന്നെയാണോ? എൻ്റെ സാറേ. അത് വേറെ ട്യൂണായി പോയി, സാറില്ല. എന്താണ് ഇന്ന് കിട്ടിയ ടാസ്ക്? എന്താണ്? കാണാം, അതല്ലേ നല്ലത്. പറഞ്ഞ സുഖം കിട്ടൂല. ഇല്ല. നമുക്ക് ടാസ്ക് കാണാം അല്ലേ? അപ്പോൾ സനം ചെയ്ത ഒരു ഔട്ട്ഡോർ ടാസ്ക് ആണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത് മലയാളി വീട്ടമ്മയിൽ. ഹായ്, നമ്മളിന്ന് വീട്ടമ്മയുടെ ടാസ്ക് സനത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. സാധാരണ നമ്മളെല്ലാവരും വീടുകളിൽ പോയിട്ടാണ് ടാസ്ക് കൊടുക്കുന്നത്. നമ്മളിന്ന് സനത്തെ വിളിച്ചപ്പോൾ സനം പറഞ്ഞത് പള്ളിയിലേക്ക് വന്നാൽ മതി എന്നാണ്. ഇത് സനം ഇടവകാംഗമായിരിക്കുന്ന കൊട്ടേക്കാട് പള്ളിയാണ്. നമുക്ക് സനത്തിൻ്റെ അടുത്തേക്ക് പോകാൻ സനത്തിനുള്ള ടാസ്ക് മതി. എന്താ ഈ പള്ളി കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടിയോ? ഞാനും തൃശ്ശൂരുകാരിയാണ്. ബുദ്ധിമുട്ട് എളുപ്പം എത്തി, കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഞാൻ കൂടുതൽ വൈകിപ്പിക്കുന്നില്ല സംസാരിച്ചിട്ട്. ടാസ്ക് പറയട്ടെ? പറഞ്ഞോ. ടെൻഷൻ ഉണ്ടോ? സ്വാഭാവികം. ടാസ്ക് പറയാം. നമ്മുടെ ലൈഫിൽ നമുക്ക് പ്രിയപ്പെട്ടവരായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അല്ലേ? അങ്ങനെ പ്രിയപ്പെട്ടവരിൽ ഒരാൾക്ക് വേണ്ടി, ഏറ്റവും പ്രിയപ്പെട്ടവരിൽ ഒരാൾക്ക് വേണ്ടി ലൈഫിൽ നൽകാവുന്നതിൽ വെച്ച് വളരെ മനോഹരമായ കുറച്ച് നിമിഷങ്ങൾ സമ്മാനിക്കുക എന്നതാണ് വീട്ടമ്മയുടെ ഇന്നത്തെ സനത്തിനുള്ള ടാസ്ക്. ചെയ്യാം. ഓക്കെ. നമ്മുടെ എല്ലാം ജീവിതത്തിൽ നമുക്ക് താങ്ങും തണലുമായി നിൽക്കുന്ന ഒരു കൂട്ടം പ്രിയപ്പെട്ടവരുണ്ട്. അവരിൽ നിന്ന് സനം തൻ്റെ പ്രിയപ്പെട്ട ഒരാളെ തിരഞ്ഞെടുത്തത് എന്നെ തികച്ചും അത്ഭുതപ്പെടുത്തി. അങ്ങനെ നമ്മൾ സനത്തിൻ്റെ വീട്ടിലെത്തി. സനത്തിൻ്റെ അടുത്ത് ഞാൻ ടാസ്ക് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത്, എനിക്ക് ഒരുപാട് പ്രിയപ്പെട്ടവരുണ്ട്, അവരിൽ നിന്ന് എങ്ങനെ ഞാൻ ഒരാളെ തിരഞ്ഞെടുത്തിട്ട് ഇങ്ങനെ ഒരു ടാസ്ക് ചെയ്യുന്നതെന്നാണ്. എന്തായാലും ഞങ്ങൾ ആ എല്ലാ പ്രിയപ്പെട്ടവരെയും ഒന്ന് പരിചയപ്പെടാനും അതിൽ നിന്ന് ആ ആളെ എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നതെന്ന് കാണാനും വെയിറ്റ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. നമുക്കൊന്ന് എല്ലാ പ്രിയപ്പെട്ടവരെയും പരിചയപ്പെടാം. ആദ്യം മനസ്സിലേക്ക് ഒരാളെ പരിചയപ്പെടുത്തരാം. എൻ്റെ അപ്പച്ചൻ ആയിരുന്നു ആള്. ഇപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും നിർത്തിയിട്ടില്ല ഓട്ടം, എല്ലാ കാര്യത്തിലും. ഹസ്ബൻഡ് ഗൾഫിലാണ്. അപ്പൊ അത് കാരണം ഫുൾ ഡ്യൂട്ടി അപ്പച്ചനാണ്. എങ്ങനെ മോളെങ്ങനെ വീട്ടില് തനി വീട്ടമ്മയാണോ അതോ പോലീസുകാരുടെ സ്വഭാവം ആളുടെ കയ്യിലുണ്ടോ? കിട്ടിയിട്ടുണ്ട്. അടുത്ത ആള് എൻ്റെ അങ്കിളാണ്. നമസ്കാരം സർ. ഒരു ആൾക്കാർക്കും കിട്ടാത്ത ഭാഗ്യമാണ് കേട്ടോ അങ്കിൾമാര് നമ്മളെ ഹെൽപ്പ് ചെയ്യാന്നുള്ളത്. എല്ലാ കാര്യത്തിനും അപ്പച്ചന് പറ്റാത്ത സമയത്ത് അങ്കിളാണ് എന്നെ എല്ലാം ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നത്. ഇതിന്റെ സ്വന്തം അമ്മച്ചി എന്റെ റോൾ മോഡൽ. അപ്പൊ ബിസിനസിന് എല്ലാം അമ്മച്ചിയാണ് ഫുൾ സപ്പോർട്ട്. അതെ. ഞാൻ പോകുമ്പോ എന്റെ മക്കളെ നോക്കാനും എല്ലാത്തിനും അതെ അമ്മച്ചിയാണ് എല്ലാം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. ഇപ്പൊ ഇങ്ങനെ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ കാരണമായത് ആരായിരുന്നു? ഞാൻ വീട്ടിലിരിക്കുന്ന ഒരു ടൈപ്പ് ആയിരുന്നു. ഞാൻ അറിയാതെ ഷോപ്പ് എടുത്ത് എന്റെ അടുത്ത് വന്ന് പറഞ്ഞു, മോളെ നിനക്ക് ഞാനൊരു ഷോപ്പ് എടുത്തിട്ടുണ്ട്, വീട്ടിലിരിക്കണ്ട. അതാണ് വീട്ടിലിരിക്കണ്ട. അവിടെ നല്ലൊരു വീട്ടമ്മയാണ് കേട്ടോ. മോളിങ്ങനെ വീട്ടിലിരിക്കാൻ പാടില്ല, മോളൊരു നല്ല ബിസിനസ്സിലേക്ക് ഇറങ്ങണം എന്ന് പറഞ്ഞ് കൈ പിടിച്ച് ഇറക്കിയത് അമ്മച്ചിയാണ്. പിന്നെ എന്റെ അമ്മായിമ്മയാണ്. അമ്മയാണ് ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര സപ്പോർട്ടൊന്നും എല്ലാവർക്കും കിട്ടാറൊന്നുമില്ല അമ്മായിമ്മമാരുടെ നിന്ന്. പക്ഷെ ആളിന്റെ സപ്പോർട്ട് വഴക്കും തെക്കും തിരക്കൊക്കെ ഞങ്ങളുണ്ട്. ഒരു വീടായി അതൊക്കെ വേണ്ടേ, ഒരു ലഹള വേണം. പിന്നെ ഈ വീട്ടില് വേറെ ആരൊക്കെയാണ്? വേറെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഓരോരുത്തരായിട്ട് നമുക്ക് കാണാം. ഇത് എന്റെ ചേച്ചി. നമസ്കാരം ചേച്ചി. ഇത് ആന്റിയാണ്. ആന്റി ഇതെന്റെ സിസ്റ്ററാണ്.
സിസ്റ്റർ എന്താ പേര്? മനീഷ. സോണിയ. സ്മിത. ചേച്ചി എൻ്റെ പ്രിയപ്പെട്ടതാവാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിനും മുന്നിൽ നിൽക്കുന്ന ആളാണ്. എല്ലാം തെറ്റും പറഞ്ഞു തരും. ചുരുക്കി പറഞ്ഞ കുരുത്തക്കേടൊക്കെ ഒപ്പിക്കാൻ മുമ്പിൽ നിന്ന് പറഞ്ഞു തരുന്ന ചേച്ചിയാണ്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടതായത്. കുരുത്തക്കേട് ചെയ്യാൻ പറഞ്ഞു ഈ ആളെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളാണ് കുരുത്തക്കേട് ചെയ്യുന്ന ആൾക്കാർ. വാലെന്ന് പറയും. ആന്റി എല്ലാത്തിനും അമ്മച്ചിര പോലെ കൂടിയുള്ള ആളാണ്, സപ്പോർട്ട് ചെയ്യുന്ന. ഓക്കെ, ശരി. അങ്ങനെയുള്ള കുറച്ച് പ്രിയപ്പെട്ടവരെ കൂടി നമ്മൾ പരിചയപ്പെട്ടു. ഇനി കുറച്ച് പേരെ കൂടി നമുക്ക് നോക്കാം. ഇനി ഒരു കാക്ക കൂട്ടം തന്നെയുണ്ട്. ഡോണ്ട് ഡിസ്റ്റർബ് ആണ്, ശല്യപ്പെടുത്താൻ പാടില്ല എന്നൊക്കെ പ്രത്യേകം എഴുതിയിട്ടുണ്ട്. എന്റെ ഗുണ്ട സംഘങ്ങളാണ് അതിൻ്റെ ഉള്ളില്. ഓക്കെ, അപ്പോ നമുക്കിനി പ്രിയപ്പെട്ട ഗുണ്ടാ സംഘത്തെ പരിചയപ്പെടാം. ഹലോ ദൈവമേ, മുറി ഉണ്ടാക്കാനാ പ്ലാൻ ഒരു ഇവർക്ക് ഇട്ടുകൊടുത്തിട്ടുള്ളതാ. അത് കാണുമ്പോ മനസ്സിലാവുന്നുണ്ട്. നശിപ്പിക്കുന്നതിന്റെ സംസ്ഥാന പ്രസിഡന്റുമാരാണ് ഇവരൊക്കെ, നശീകരണത്തിന്റെ ആൾക്കാര്. ഈശ്വര, എന്തായാലും ഈ മുറി കണ്ടാൽ നമുക്കറിയാം ഈ പറഞ്ഞതൊക്കെ ശരിയാണ്. ഗുണ്ടാ സംഘം തന്നെയാണ് ഇതിനുള്ളിൽ. മാക്സിമം ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന്റെ കീബോർഡ് ഒക്കെ എടുത്ത് വെച്ചിട്ട് ആരാണ് പാട്ട് പാടുന്ന വ്യക്തി? അനുശ്രീക്ക് ഒരു സംഭവം ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഒരു സർപ്രൈസ്. ഇതാണ് സംഭവം. എന്താ? എൻ്റെ മോളുടെ ലിംകയും ഗിന്നസും കിട്ടിയിട്ടുള്ളതാണ്. ഓർഗൻ വായിക്കുവാണ്. ഓർഗൻ വായിച്ച് മകൾക്ക് കിട്ടിയിട്ടുള്ളതാണ് ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെയും ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ്. എവിടെ മോളിതാണ്? കൺഗ്രാറ്റ്സ്. പറയാതിരിക്കാൻ പറ്റാത്ത കാര്യമായി പോയി. എനിവേസ് വെരി ഗ്രേറ്റ്. ഭയങ്കര ഒതുക്കാണ് ഇപ്പൊ എല്ലാവർക്കും. അതെനിക്ക് മനസ്സിലായി, ഒതുക്കനി മനസ്സിലായി. ഇതാണ് എന്റെ കുട്ടിപ്പട്ടാളത്തിലെ ഏറ്റവും വലിയ ലീഡർ. ഇതാരാ ഇത്ര ക്രിയേറ്റീവ് ആയിട്ട് ഒരു കീബോർഡുമ്പോ പണിത് വെച്ചിരിക്കുന്നത്? അതെ, ഒരു കീബോർഡില് ഞാൻ പറയുന്നോണ്ട് നിങ്ങൾക്കൊന്നും തോന്നരുത്. ഇതൊന്നും നോക്കൂ, മാക്സിമം ഒരു കീബോർഡിൽ ചെയ്യാവുന്നതിന് ഇത്രയും. ഇനി ഒരാളെയും കൂടി ഉണ്ട്. ആളിവിടെ ഇല്ല. മൈ ഹസ്ബൻഡ്. ഫാമിലി പിക്. ഹസ്ബൻഡ് എവിടെയാണ്? ഗൾഫിൽ വർക്ക് ചെയ്യുന്നത്. എന്താ ചെയ്യുന്നത്? ആൾക്ക് ബിസിനസ്സാണ്. ബിസിനസ്സാണ്. ഭർത്താവ് ഒരു സ്ഥലത്ത് ബിസിനസ് ചെയ്യുന്നു, ഭാര്യ ഒരു സ്ഥലത്ത് ബിസിനസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളിപ്പോ ഒരുവിധം പ്രിയപ്പെട്ടവരെയൊക്കെ വീട്ടിലെ പരിചയപ്പെട്ടു. അതെ. ഇതിലിപ്പോ ഏറ്റവും പ്രിയപ്പെട്ട, എല്ലാവരും പ്രിയപ്പെട്ടവരല്ലാതെ അല്ല, അതിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുത്ത് നമ്മളൊരു ടാസ്ക് പറയുമ്പോൾ ആരെയായിരിക്കും തിരഞ്ഞെടുക്കുക? അതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. കാരണം എല്ലാവരും പ്രിയപ്പെട്ടവരായിരുന്നു. അതിൽ ആരാണ് നോക്കാം. ഇപ്പോഴും പറയുന്നില്ല. എനിക്ക് എന്നെ സർപ്രൈസ് തന്നോണ്ടിരിക്കുക. ഞാനൊരു സർപ്രൈസ് ടാസ്ക് വിചാരിച്ചിട്ടാണ് വന്നത്. ഇതിപ്പോ എനിക്കാണ് തരുന്നത് കൂടുതൽ. ഓക്കെ, നോക്കാം. ഒരുപാട് പേര് നമ്മൾ പരിചയപ്പെടുകയും ചെയ്തു. ചേച്ചിയുടെ പ്രിയപ്പെട്ട ഒരുപാട് ആൾക്കാർ പരിചയപ്പെട്ടു. പക്ഷെ എന്താണ്, ആരെയാണ് ചെയ്യാൻ പോകുന്നതെന്നൊന്നും നമ്മളോട് പറഞ്ഞില്ല. ഏറ്റവും പ്രിയപ്പെട്ട ആരെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് ഇതിൽ? അനുശ്രീ എന്നോട് കുറച്ച് ടൈമാണ് പറഞ്ഞത്. ഒരാളെ ഹാപ്പി ആക്കി എടുക്കാൻ കുറച്ച് സമയം. ഞാനത് കുറച്ചധികം നേരത്തേക്ക് ആക്കിയാലോ. ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ അമല ഹോസ്പിറ്റലിന് മുമ്പിലാണ്. സനം ആർക്ക് വേണ്ടിയാണ് ആ മനോഹര നിമിഷങ്ങൾ കാത്തുവെച്ചിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഞാനിപ്പോഴും ഒരു കൺഫ്യൂഷനിലാണ്. കാരണം ഇവിടെ അമല ഹോസ്പിറ്റലിൽ എത്തി എന്നല്ലാതെ ഇപ്പോഴും റിവീൽ ചെയ്തിട്ടില്ല എന്താണ് ചെയ്യാൻ പോകുന്നത്, ആർക്ക് വേണ്ടിയാണ് ഒന്നും പറഞ്ഞില്ല. എന്താണ് മനസ്സിലായി? എൻ്റെ പ്രിയപ്പെട്ടവരെല്ലാവരും ഇവിടെ ഉണ്ട്. പക്ഷേ കാണാത്ത ഒരു പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടാണ് ഞാനും എൻ്റെ മക്കളും കൂടി മുടി ഡൊണേറ്റ് ചെയ്യുന്നത്. ഹെയർ ഡൊണേഷൻ ആണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എനിക്കിതിനു വേണ്ടി ഹെൽപ്പ് ചെയ്തത് ഇവിടുത്തെ അസോസിയേറ്റ് ഡയറക്ടറാണ് ഫാദർ ലിജോ പുത്തൂർ. അപ്പോൾ ഇത് എത്രയാ, അങ്ങനെ എന്തെങ്കിലും കണക്കുകൾ? ഇത് മിനിമം 12 ഇഞ്ച് കൊടുക്കണം. ഓക്കെ. അപ്പോൾ ചേച്ചിയും പിന്നെ വേറെ ആരാ ചെയ്യുന്നത്? എൻ്റെ മോള്, മകള്. ഇത് അങ്കിളുടെ മോളാണ്. ഓക്കെ. ഇതെന്റെ ചേച്ചിയുടെ മോളാണ്. ചേച്ചിയുടെ മോള്, അങ്കിളിന്റെ മകള്, അതെ, ചേച്ചി. ഇത്രയും പേര് ക്യാൻസർ പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ള മുടി ഡൊണേഷൻ ആണ് ഇവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഏറ്റവും പ്രിയപ്പെട്ട കുറച്ച് പേരിൽ ആർക്കെങ്കിലും ഒരാൾക്ക് വേണ്ടിയിട്ടായിരുന്നു നമ്മൾ പറഞ്ഞത്. പക്ഷേ ഇത് ചേച്ചി നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ദീർഘകാലം ചേച്ചിക്ക് അറിയാത്ത ഏതോ ചില വ്യക്തികൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു സമ്മാനം കരുതി വെച്ചിരിക്കുന്നത്.
പേരുടെ കയ്യിൽ നിന്ന് ഹെയർ ഡൊണേഷൻ സ്വീകരിച്ചു കഴിയുമ്പോൾ അത് ഒരു കമ്പനി നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരു 15,000 രൂപയോളം വില വരുന്ന ഒരു വിഗ് ഉണ്ടാക്കി തരും. അവർ തരുന്ന വിഗ് നമ്മൾ ദാനമായിട്ട് 1 രൂപ പോലും മേടിക്കാതെയാണ് അർഹതപ്പെട്ട പേഷ്യൻസിന് കൊടുക്കുന്നത്. ഒരു സ്ത്രീ ഏറെ പ്രിയപ്പെട്ടതായി കരുതുന്ന ഒരു സാധനമാണ് നമ്മുടെ മുടി എന്ന് പറയുന്നത്. വളരെ ചെറുപ്പം മുതലേ നമ്മൾ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് പല രീതിയിൽ നമ്മൾ മുഖത്ത് എന്തൊക്കെ ചെയ്താലും അതിനെ അങ്ങോട്ടിട്ട് ഇങ്ങോട്ടിട്ട് ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അതൊരു സ്വത്ത് തന്നെയാണ്. അത് എന്ത് റീസണിൻ്റെ പുറത്താണെങ്കിലും എന്ത് സിറ്റുവേഷൻ്റെ പുറത്താണെങ്കിലും അത് മറ്റൊരാൾക്ക് വേണ്ടി തൻ്റെ ആ ഒരു സന്തോഷത്തെ ഒരു പെൺകുട്ടി വേണ്ട എന്ന് വെക്കുന്നിടത്ത് അവൾ ശരിക്കും ഇത്രയേറെ ഉയരുന്നു എന്നത് ഇന്ന് ആ കുറച്ച് നിമിഷങ്ങളിലൂടെ ഞാൻ വളരെയധികം മനസ്സിലാക്കിയെടുത്തു. ശരിക്കും മോള് കരയിപ്പിച്ചു. റിയാലിറ്റി ഷോസ് ആർ ഓഫൻ റിയൽ എന്നാണ് ഇപ്പോൾ നമുക്ക് ഇത് ഒരുപക്ഷെ ഒരു റിയാലിറ്റി ഷോയിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് കാണുന്നത്. വി ഹാവ് സീൻ പ്രോമിസസ്, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് അഭിപ്രായങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ആദ്യമായിട്ടാണ് എന്നോട് ചോദിക്കുകയാണെങ്കിൽ വ്യക്തിപരമായിട്ട് ഞാൻ ആദ്യമായിട്ട് ഒരു റിയാലിറ്റി ഷോയിൽ ഇത്രയും റിയൽ ആയിട്ടൊരു സംഭവം കാണുന്നത്. ഇമാജിൻ ചെയ്യാൻ പറ്റുന്നതിന് അപ്പുറത്താണ് ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം. നമ്മൾ ആ ലാസ്റ്റ് മിനിറ്റ് വരെ നമ്മൾ വിചാരിച്ചത് മുടി കട്ട് ചെയ്ത് കൊടുക്കാതാണ്. ഹെഡ് ഷേവ് ചെയ്യാന്ന് പറയുന്നത് ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത കാര്യമായി പോയി. സനം, ഹാറ്റ്സ് ഓഫ്. അതിപ്പോൾ എന്തിൻ്റെ പേരിലാണെങ്കിലും അതിന് നമുക്ക് സമ്മതിച്ചതേ പറ്റുള്ളൂ. നമുക്ക് അധികം സംസാരിക്കാൻ ആദ്യം എനിക്ക് എൻ്റെ ഫ്രണ്ട്സിനോട് സോറി പറയണം. സോറി. അവർ വിചാരിച്ചത് എനിക്ക് കോൾഡായിട്ടാണ്. അവർ വളരെയധികം എന്നെ കെയർ ചെയ്തു. കോൾഡാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണെന്ന്. ബട്ട് പ്രോബ്ലം സോറി. താനും ഹാപ്പി അല്ലേ? യെസ്. അത് മതി. ഇവരെ ഞാൻ കുറച്ച് നേരത്തേക്കെങ്കിലും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു മൊമെന്റ് വരെ റിവീൽ ചെയ്യേണ്ടെന്ന് സ്ഥലത്തോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അതുകൊണ്ടാണ് റിവീൽ ചെയ്തിരുന്നത്. സോറി ഫോർ ദാറ്റ്. ഇതൊരു ജഡ്ജ്മെന്റിന് പറ്റുന്ന ഒരു വിഷയമാണോ എന്ന് എനിക്ക് അറിയില്ല. ബട്ട് സ്റ്റിൽ ജഡ്ജസിന്റെ കമന്റ്സിലേക്ക് എനിക്കൊന്നും പറയാനില്ല. സുധാ മാം, must stand up and give you a standing ovation for this. ഇതൊരു വെൽ ഡിസേർവ്ഡ് സ്റ്റാൻഡിംഗ് ഒവേഷൻ ആണ് സനം.
ബിക്കോസ് മൈസെൽഫ് എന്ന ഒരു വേൾഡിലാണ് ഇപ്പം നമ്മൾ ജീവിക്കുന്നത്. ലൈക്ക് ഹി റൈറ്റ്ലി സെഡ്, promises are made to be broken, but Sanam, you have proved that promises are here to be honored. അതൊരു വലിയ സംഭവമാണ്. ബിക്കോസ് ഇറ്റ്സ് നോട്ട് ഈസി. നമ്മൾ കുറേ പ്രോമിസസ്, കുറേ സ്പീച്ചസിലൊക്കെ നമ്മൾ പറയും ഞങ്ങൾ ഇത് ചെയ്യും അത് ചെയ്യുന്നു. പക്ഷെ ടു ഗോ ആൻഡ് ഡു ഇറ്റ്, ഐ തിങ്ക്. പക്ഷെ ആഫ്റ്റർ സീയിങ് യു സനം, ഐ എം നോട്ട് ഹാവിങ് ടിയേഴ്സ്. ഐ എം വെരി പ്രൗഡ് ഓഫ് യു. ഐ എം വെരി പ്രൗഡ് ഓഫ് യു. ബിക്കോസ് സംവെയർ എൻ്റെ ഒരു ഫീലിംഗ് ദാറ്റ് ഇന്ത്യ ഇപ്പം സെക്യൂർ ആണെന്ന്. ഇഫ് വി ഹാവ് പീപ്പിൾ ലൈക്ക് യു സനം ഇൻ ഇന്ത്യ, nobody can touch this country. And you are the beginning of a revolution. So ഇങ്ങനത്തെ ഒരു മൂവ്മെന്റ് if you have started, I'm so happy. And I think എല്ലാവരും we are so proud to be associated with you. ഇത് എൻ്റെ ഒരു privilege and honor ആണ്. ഇന്ന് ഈ ഷോയിലേക്ക് വന്ന് I met you and salutations to you. I don't have words. പക്ഷെ എനിക്ക് ഈ അവസരത്തിൽ ആ കൊച്ചു മക്കളെയാണ്, അവരെന്ത് പറയണമെന്ന് എനിക്കറിയില്ല. അവരുടെ ആ ഒരു ബോൾഡ്നെസ്. മുടി മുറിച്ച് കളയാന്ന് പറയുമ്പോൾ സനം ഓക്കെ മുടി എടുത്തു, സനം എടുത്ത തീരുമാനമാണ്. സ്വന്തമായിട്ട് അതിനൊരു കറേജ് നേടിയിട്ടാണ് അത് ചെയ്തത്. പക്ഷെ മക്കള് അതിന് റെഡിയാവാന്ന് പറഞ്ഞ എല്ലാവരും ഒന്നും അത് ചെയ്യില്ല സനം. ഞാൻ അന്ന് ആദ്യമായിട്ട് കണ്ടതിനേക്കാൾ 10 മടങ്ങ് സുന്ദരിയായിരിക്കുന്നു ഇപ്പോൾ. 10 മടങ്ങ് സുന്ദരിയായിരിക്കുന്നു ഇപ്പോൾ. അത് ശാരീരികമായാലും മനസ്സുകൊണ്ടും എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതിലധികം സ്നേഹവും അതിലുപരി ഒരുപാട് ബഹുമാനവും എനിക്കിപ്പോൾ സനത്തിനോടുണ്ട്. എനിക്ക് തോന്നിയ ഒരു നല്ല കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഒരു മെച്യൂരിറ്റി ലെവൽ വരുമ്പോൾ സാധാരണ കുറച്ച് എന്താ പറയുക, സാമൂഹികമായിട്ട് ഒരുപാട് സ്നേഹവും മനസ്സിൽ അനുകമ്പയൊക്കെ ഉള്ളവർക്ക് തോന്നുന്ന ഒരു നല്ല കാര്യം തന്നെയാണ് സനം ചെയ്തത്. പക്ഷേ അത് സനത്തിൽ ഒതുക്കാതെ നെക്സ്റ്റ് ജനറേഷനിലേക്ക് അത് കൊണ്ടുവരാൻ സനത്തിന് സാധിച്ചു എന്നുള്ളത് ഒരു ഭയങ്കര എടുത്തു പറയേണ്ട ഒരു പോയിന്റ് തന്നെയാണ് ഇവിടെ. ഇത് കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും തീർച്ചയായിട്ടും, ഇവിടെ ഇരിക്കുന്ന ഞങ്ങൾ ഇത്രയും മോട്ടിവേറ്റഡ് ആയെങ്കിൽ ഇത് കാണുന്ന എല്ലാ വീട്ടമ്മമാർക്കും ഫാമിലിക്കും എല്ലാ കുടുംബത്തിനും ഇതൊരു ഭയങ്കര മോട്ടിവേഷനാണ്. നാളെ നമ്മൾ എന്തുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി നമ്മളാൽ ചെയ്യുന്നൊരു, ഇത് ആക്ച്വലി നോക്കിയ ഒരു ചെറിയ കാര്യമാണ്, നമ്മൾ ചെയ്യുന്ന ഒരു ചെറിയ കാര്യമാണ്. പക്ഷേ അത് മറ്റുള്ളവരിലേക്ക് അതിന് ആവശ്യമുള്ള ആൾക്കാരിലേക്ക് അത് എത്തുമ്പോൾ അതൊരു ഭയങ്കര വലിയ കാര്യമാണ്, വളരെ വലിയ കാര്യമാണ്. സൗന്ദര്യമോ അല്ലെങ്കിൽ നമ്മുടെ മുടിയുടെ നീളമോ ഒന്നുമല്ല സ്ത്രീയെ സുന്ദരിയാക്കുന്നത്. സ്ത്രീയുടെ മനസ്സും സ്ത്രീയുടെ എന്താ പറയുക ആ ഒരു ഏറ്റവും നല്ല ഒരു എലമെൻ്റ് തന്നെയാണ് സ്ത്രീയെ സ്ത്രീയാക്കുന്നത്. തീർച്ചയായിട്ടും മലയാളി വീട്ടമ്മ എന്ന ഈ പ്രോഗ്രാമിൽ വളരെ 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 ആപ്റ്റ് കണ്ടസ്റ്റൻ്റ് ആണ് സനം. ഹാറ്റ്സ് ഓഫ് ടു യു ഫോർ ഓൾ ദ തിങ് വാട്ട് യു ഹാവ് ഡൺ ടുഡേ. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. നമുക്ക് ഫ്രണ്ട്സിന് എന്താ പറയാനുള്ളതെന്ന് കൂടി ചോദിക്കാം അല്ലേ? ഞാൻ ഇപ്രാവശ്യം വരുമ്പോൾ ഹെയർ കട്ട് ചെയ്തപ്പോൾ എൻ്റെ മനസ്സിൽ മുഴുവനും ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ഏകദേശം ഒരുപോലെയായി. ഞങ്ങൾ കുറച്ച് തടിയുണ്ട്, പിന്നെ ഞങ്ങളുടെ ഫേസ് ഒരുപോലെയാണെന്ന് ഇവളുടെ വീട്ടിൽ പറയാറുണ്ട്. അവളുടെ സിസ്റ്റർ എന്ന് പറയും, സനത്തിൻ്റെ സിസ്റ്ററാണ് ഞാൻ എന്നാൽ ഇപ്പോഴും പറയാറ്. ഞങ്ങൾ രണ്ടുപേരും ഇപ്രാവശ്യം വന്നിട്ട് ഞാനതും പറയും, മെസ്സേജ് അയക്കും ചെയ്തു, വന്നിട്ട് നമുക്ക് കുറേ സെൽഫി എടുക്കണം, ഒരുപോലെയായി ഇപ്പോൾ നമ്മൾ എന്നൊക്കെ ഞാനിങ്ങനെ പറഞ്ഞിട്ടിരിക്കുമായിരുന്നു. പക്ഷെ ഇങ്ങനെ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. പറയാൻ എല്ലാവർക്കും പറ്റും, പക്ഷെ ചെയ്ത് കാണിക്കാൻ അങ്ങനെ എല്ലാവർക്കും പറ്റത്തില്ല. സനം, ഹാറ്റ്സ് ഓഫ്. നീ ഞങ്ങളുടെ മുത്താണ് നീ ഞങ്ങളുടെ. പറയാനില്ല, ചക്രമുത്ത ഉമ്മ. ഞാൻ വളരെ ലോങ് ഹെയർ ഉള്ള ഒരു വ്യക്തിയാണ്. എനിക്ക് വലിയ അഭിമാനമാണ് എൻ്റെ മുടിയെന്ന് പറയുന്നത്. ഞാൻ പലപ്പോഴും അത് കൊടുക്കുമ്പോൾ എൻ്റെ ചങ്കിടിക്കാറുണ്ട്, മുറിക്കുമ്പോൾ പോലും. അതായത് ഒരു ലെവൽ വിട്ട് മുറിക്കുമ്പം എനിക്ക് വലിയ വിഷമമാണ് എൻ്റെ മുടി മുറിക്കുമ്പോൾ. പക്ഷെ ഈ മുറിക്കുന്ന മുടി ഞാൻ കൊടുക്കാറുണ്ട്, പക്ഷെ ഒരിക്കലും അതിൻ്റെ കടക്കൽ തൊട്ട് കൊടുക്കണം എന്നൊരു ഐഡിയ എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. ഒരു പക്ഷെ ഞാൻ ഉൾപ്പെടുന്ന ഒരുപാട്
വനിതകൾക്ക്, സ്ത്രീകൾക്ക്, വീട്ടമ്മമാർക്ക് എപ്പോഴും ഈ വീട്ടമ്മ ഷോയിലെ ഏറ്റവും വലിയ മാതൃകയാണ് സനം. തീർച്ചയായും എഴുന്നേറ്റ് നിന്ന് സനത്തെ വണങ്ങുകയാണ് ഞങ്ങൾ ഓരോരുത്തർ. பூவின் வாசம் பெண்கள் தானே, புயலின் வேகம் பெண்கள் தானே, நாளை தேசம் பெண்கள் தானே, நெஞ்சின் நேசம் பெண்கள் தானே, இனி வரும் பாதை உனதென மாறி வழிவிடுமே, தடைகளை தாண்டி சிகரத்தில் ஏறு நீ. எழுந்து வா, எழுந்து வா, துணிந்து வா, எந்த சிறையும் உனக்கில்லை. எழுந்து வா, துணிந்து வா, எந்த தடையும் உனக்கில்லை. எழுந்து வா, எழுந்து வா. എടാ ജോ, ഞാൻ അമ്മച്ചിയും കൂടെ വിളിക്കട്ടെ ഒരു സെക്കൻഡ്. ജോ, ഞാൻ പറയട്ടെ, പക്ഷേ അഫ്കോഴ്സ് ഇതൊരു 100 മാർക്കിന് കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പക്ഷേ 100 മാർക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റും? മലയാളി വീട്ടമ്മയിൽ സുവർണ കിരീടം ചൂടുന്ന വീട്ടമ്മയ്ക്ക് കോൺഫിഡന്റ് ഗ്രൂപ്പ് സമ്മാനിക്കുന്നു 1 കോടി വിലമതിക്കുന്ന ഫ്ളാറ്റും ടൊയോട്ട ക്രിസ്റ്റ കാറും. Flowers celebrating motherhood. മലയാളി വീട്ടമ്മ. എടാ ജോ, ഞാൻ അമ്മച്ചിയും കൂടെ വിളിക്കട്ടെ ഒരു സെക്കൻഡ്. ജോ, ഞാൻ പറയട്ടെ, പക്ഷേ അഫ്കോഴ്സ് ഇതൊരു 100 മാർക്കിന് കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പക്ഷേ 100 മാർക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റും? ഒരു 4 മാർക്സ് എങ്കിലും കുറച്ച് വെക്കണമെന്ന് ഞാൻ പറഞ്ഞത്. കാരണം എല്ലാവരും സ്മാർട്ടാണ്. അപ്പൊ നമുക്ക് മാർക്സിലേക്ക് പോവാം. ജഡ്ജസ് എല്ലാവരും ഒരുമിച്ചുണ്ട്. അല്ല, ഞങ്ങൾ ചെറിയൊരു ഡിസ്കഷൻ വേണ്ടി വന്ന ഒരു ആവശ്യം ഉണ്ടായിരുന്നു അശ്വതി. മലയാളി വീട്ടമ്മയുടെ ചരിത്രത്തിൽ, അതായത് ഇപ്പോൾ കുറച്ച് എപ്പിസോഡ്സേ നമ്മളായിട്ടുള്ളൂ, പക്ഷേ സനത്തിൻ്റെ ഒരു ബോൾഡ് മൂവ്മെൻറ്റ് എല്ലാവർക്കും ശരിക്കും ഭയങ്കര ഇൻസ്പയറിംഗ് ആയിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും സത്യം പറഞ്ഞാൽ എല്ലാവരുടെ മനസ്സിനകത്ത് 100% മാർക്ക് കൊടുക്കണം എന്ന് എല്ലാവരും ഉണ്ട്. പക്ഷേ അഗെയിൻ എല്ലാ ജഡ്ജസും, ഇറ്റ്സ് നോട്ട് എൻ്റെ മാത്രം ഡിസിഷൻ അല്ല, സുധാ മാം, ജോ ആൻഡ് അമ്മച്ചി എല്ലാവരും കൂടെ ചേർന്ന് ഞങ്ങൾ ആലോചിക്കുന്നത് സനം ഇനി എത്രയോ മുമ്പോട്ട് പോകാനുണ്ട്. അപ്പോൾ ഒരു ശരിക്കും ഞങ്ങളുടെ ഡയറക്ടറിൻ്റെ ഒരു ഡയലോഗ് കടമെടുക്കുകയാണെങ്കിൽ, കണ്ണ് കിട്ടാതിരിക്കാൻ, ജനങ്ങളുടെ കണ്ണ് കിട്ടാതിരിക്കാൻ, ഫ്രണ്ട്സിൻ്റെ കണ്ണ് കിട്ടാതിരിക്കാൻ, ഞങ്ങളുടെ എല്ലാവരുടെയും കണ്ണ് കിട്ടാതിരിക്കാൻ വേണ്ടി മാത്രം 2 മാർക്ക് ഞങ്ങൾ കുറയ്ക്കുകയാണ്. സോ യു ഗെറ്റ് 98 ഔട്ട് ഓഫ് 100. പക്ഷേ ആ 2 മാർക്ക് എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഒരാൾക്കൊരു സാധനം കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പിടിച്ചു വെച്ച് കൊടുക്കുമ്പോൾ ഒരു വിഷമം ഉണ്ടാവുമല്ലോ. ആ വിഷമം തീർക്കാനായിട്ട് ഞങ്ങൾ എല്ലാവരും സ്റ്റേജിലേക്ക് വരികയാണ് ഒരു ഗിഫ്റ്റുമായിട്ട്. സനത്തിനൊരു ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ഉണ്ട്. പരക്കാട് ജുവൽസ് നൽകുന്ന തങ്കത്തിൽ പൊതിഞ്ഞ ഒരു കുട്ടി ആനയാണ് സമ്മാനം. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ വിളിച്ചോട്ടെ. branded by Sera and Dhatri Hair Care Plus, powered by Chunga Jewelry.
അതിമനോഹരമായ ഒരു എപ്പിസോഡ്, ഞങ്ങൾ സ്ത്രീത്വം ആഘോഷിച്ച ഒരു എപ്പിസോഡ് ഇതാ ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും ഒട്ടേറെ പുതുമയേറിയ കാഴ്ചകൾക്കായി കാത്തിരിക്കുക. ബൈ.